ഫിസിക്സിലെ ഒരു പ്രധാനപ്പെട്ട അധ്യായമാണ് യൂണിറ്റുകളും അളവുകളും PSC യെ സംബന്ധിച്ചിടത്തോളം. ധാരാളം ചോദ്യങ്ങൾ വരാറുണ്ട്, കുറച്ച് കാര്യമേ പഠിക്കാനുള്ളൂ. അപ്പം നമുക്കതുമായി ബന്ധപ്പെട്ട SCERT ടെക്സ്റ്റ് ബുക്ക് മുൻകാലങ്ങളിൽ വന്ന ചോദ്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, റെഡിയാണല്ലോ? ഹായ് ഫ്രണ്ട്സ്, ഞാൻ രഘുനന്ദനൻ MV വിൻഡോജുവിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. താഴെ തന്നിരിക്കുന്നവയിൽ പ്രകാശ സാന്ദ്രതയുടെ SI യൂണിറ്റ് ഏതാണ്? SI യൂണിറ്റ് എന്താണെന്നൊക്കെ വിശദമായി നമുക്ക് പഠിക്കാം. അതിൻ്റെ ആൻസറിലേക്ക് നോക്കാം. പ്രകാശ സാന്ദ്രതയുടെ യൂണിറ്റ് കാൻഡലയാണ്. കെൽവിൻ അല്ല, കാൻഡലയാണ്. കാൻഡല. പ്രകാശം, കാൻഡിലിൽ നിന്ന് പ്രകാശം വരുന്നു എന്നോർത്തു വെച്ചാൽ ആ ഭാഗം ഓക്കെ ആയല്ലോ. അപ്പം നമുക്കിതുമായി ബന്ധപ്പെട്ട SCERT ടെക്സ്റ്റ് ബുക്ക്, അത് യൂണിറ്റുകളും അളവുകളും എന്ന് പറഞ്ഞൊരു പാഠമുണ്ട്. ആ പാഠമാണ് നീളം അളക്കുന്നതിന് നിശ്ചിത ദൈർഘ്യമുള്ള ഒരടിസ്ഥാന തോത് ലോകമെങ്ങും അംഗീകരിച്ചിരിക്കുന്നു. ഈ അടിസ്ഥാന തോതാണ് നീളത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. നീളത്തിൻ്റെ യൂണിറ്റ് മീറ്ററാണ് കേട്ടോ. നീളത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? മീറ്റർ ആകുന്നു. M തന്നെയാണ് ഇതിൻ്റെ പ്രതീകം. മീറ്റർ എന്ന് പറഞ്ഞാൽ METRE. മീറ്ററിൻ്റെ സ്പെല്ലിംഗ് കൂടി ആലോചിച്ചോളൂ. METRE ആണ്, METER അല്ല, METRE ആണ് മീറ്ററിൻ്റെ സ്പെല്ലിങ്. M ആണ് ഇതിൻ്റെ പ്രതീകം. അപ്പോൾ നീളം അളക്കുന്നതിന് പണ്ടത്തെ കാലത്ത് ഒരുപാട് യൂണിറ്റ് ഉണ്ട്. 1-2 യൂണിറ്റ് അല്ല, ഒരുപാട് യൂണിറ്റ് ഉണ്ട്. നീളം അളക്കുന്നതിന് പണ്ട് ഉപയോഗിച്ചിരുന്ന തോതുകൾ വാര, മുഴം, അടി, ഇപ്പോഴും ഫീറ്റ് എന്നൊക്കെ കേൾക്കാറില്ലേ? ആ ഫീറ്റും നമ്മുടെ ഫീറ്റും തമ്മിലൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. വാരം, മുഴ, അടി ഇതൊക്കെ പഴയ ആശാരിമാർ ഉപയോഗിച്ചിരുന്നതാണ്. ലോകത്തിൻ്റെ വ്യത്യസ്ത തോതുകളിൽ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇതുപോലെ വ്യത്യസ്ത യൂണിറ്റുകൾ ഉണ്ടായിരുന്നു. എന്താണ് ഈ യൂണിറ്റുകൾ ഉപയോഗിക്കുന്നതിനുള്ള പ്രശ്നം വെച്ചാൽ അതിനൊന്നും ഒരു കൃത്യതയില്ല. കൃത്യതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ, പ്രിസിഷൻ. അതുപോലെ തന്നെ താരതമ്യം ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പം ഇവിടെ ഒരടി എന്ന് പറയും, മറ്റോടത്ത് പറയും 1 മീറ്റർ എന്ന്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടും 1 മീറ്ററിലാണെങ്കിൽ താരതമ്യം ചെയ്യാൻ എളുപ്പമുണ്ട് അല്ലേ? ക്രയവിക്രയം ചെയ്യാൻ പ്രയാസം. അപ്പം മീറ്ററിനെ മില്ലിമീറ്ററോ അല്ലെങ്കിൽ സെൻറ്റിമീറ്ററോ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാൻ പ്രയാസമാണ്. പക്ഷേ ഇവിടെ നമ്മൾ മലയാളികൾ വാരം, മറ്റുള്ളവർ ചിലപ്പോൾ ഒരു ഫർലോങ്, അങ്ങനെ പല ചിലൊരു മീറ്റർ, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ലോകം ഇന്നൊരു ആഗോള ഗ്രാമമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത് താരതമ്യം ചെയ്യാൻ പറ്റില്ല. അപ്പോഴൊക്കെയാണ് നമുക്ക് ലോകത്തെല്ലായിടത്തും പറ്റാവുന്ന ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്നുള്ള ഒരു സംവിധാനം വരുന്നത്. അങ്ങനെയാണ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ്, SI യൂണിറ്റ്സ് വരുന്നത്. അതിൽ നീളത്തിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് മീറ്റർ ആണ്. ഇപ്പോൾ ഇത് ഓർത്തു വെക്കണം. ഒരു മീറ്റർ സ്കെയിലിനെ 100 തുല്യ ഭാഗങ്ങളായി വിഭജിച്ചു എന്ന് വിചാരിച്ചോളൂ. അതാണ് ഇവിടെ നമ്മളിങ്ങനെ ഒരു മീറ്റർ സ്കെയിലിന് ഇവിടെ ഞാൻ 10, അതിലൊരു ഭാഗം, ഒരു മീറ്റർ സ്കെയിലിൻ്റെ ചെറിയൊരു ഭാഗം ഇവിടെ തന്നിട്ടുണ്ട്. 10 സെൻറ്റിമീറ്റർ ഉള്ളൊരു ഭാഗം. ഇതൊരു മീറ്റർ തികയില്ല അല്ലേ? ഒരു മീറ്റർ സ്കെയിലിനെ 100 ഭാഗമായി വീതിച്ചതിൽ 10 ഭാഗമാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിലെ ഓരോ ഭാഗത്തിൻ്റെയും നീളം 1 സെൻറ്റിമീറ്റർ ആണ്. പരീക്ഷയ്ക്ക് വന്നാൽ എഴുതണേ, ഒരു മീറ്റർ സ്കെയിലിനെ 100 തുല്യ ഭാഗങ്ങളായി ഭാഗിച്ചതിൽ ഒരു ഭാഗമാണ് എന്ത്? 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. നേരെ തിരിച്ച് നമുക്കിത് എങ്ങനെ പറയാം? ഇപ്പോൾ നമുക്ക് മറ്റൊരു ശൈലിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇതെങ്ങനെയാണ് പറയാൻ പറ്റുക? മറ്റൊരു രീതിയിൽ നമുക്കിതിനെ പറയാം. ആ പറയുന്നത് എങ്ങനെയാണ്? നമുക്ക് ഇങ്ങനെ പറയാം, 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1/10 മീറ്റർ ആണ്. ഓക്കെ, 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 1/10 മീറ്റർ ആണ്. അതല്ലെങ്കിൽ അതിനെ തന്നെ നമുക്കിങ്ങനെ, അതായത് 1/10 മീറ്റർ എന്ന് പറയുമ്പോൾ മാത്സിൻ്റെ രീതിയിൽ വേറൊന്നും കൂടി, ഈ 1/10 എന്ന് പറഞ്ഞാൽ 1/10 1 അതിനെ 10 - 1 എന്ന് പറയാം. മനസ്സിലായില്ലേ? 10 - 1 എന്ന് പറഞ്ഞാൽ 1/10 ആണ്. 10 - 2 എന്ന് പറഞ്ഞാലോ അത് 1/10 2 ആണ്. അപ്പോൾ ഇവിടെ ഞാൻ എഴുതി കൊടുത്ത് വല്ല തെറ്റും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? 1 മീറ്ററിനെ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്ററിനെ 100 തുല്യഭാഗമാക്കിയതാണ്. അപ്പോൾ ഏതാ വരിക? 1/10 - 2 ആണ്. കാരണം 10 2 ആണ് 100 എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ 1 സെൻറ്റിമീറ്ററിനെയും ഇവിടെ വിഭജിച്ചിട്ടുണ്ട്. ഇത് 1 മീറ്ററിനെ ഇങ്ങനെ 100 തുല്യഭാഗം, ഇത് ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ? ഇത് 1 മീറ്ററിനെ 100 തുല്യഭാഗമാക്കി ഭാഗിച്ചതാണ്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ കിട്ടി. ആ 1 സെൻറ്റിമീറ്ററിനെ വീണ്ടും 100 തുല്യഭാഗങ്ങളായി ഭാഗിച്ചിട്ടുണ്ട്. അതിനെയാണ് 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത്. 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്ററിൻ്റെ 10 എന്ന് പറഞ്ഞാൽ 10 - 1 സെൻറ്റിമീറ്റർ ആണ് 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ. സിമ്പിൾ അല്ലേ? എളുപ്പമല്ലേ? ഒന്ന് ഓർത്തു വെച്ചാൽ. അപ്പോൾ
ഒരു സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 100, ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. ഒരു സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്റർ ആണ്. അപ്പോൾ ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് കൃത്യമായി അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ നീളം എത്രയാണ്? ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് കൃത്യമായി അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ ദൂരം 1 മില്ലിമീറ്റർ ആണ് അല്ലേ? ഏറ്റവും ചെറിയ അളവോട് 1 മില്ലിമീറ്റർ ആണ്. അതിനെയാണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും കുറഞ്ഞ നീളത്തിന്റെ അളവ്. ഒരു അളവ് ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ നീളത്തെയാണ് അതിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മീറ്റർ സ്ക്വയറിന്റെ ഏറ്റവും ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ 1 മില്ലിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ. അപ്പൊ 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 മില്ലിമീറ്റർ ആണ്. 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ അപ്പോ നമുക്ക് പറയാൻ പറ്റും നേരെ തിരിച്ച് അത് 1/10 സെന്റിമീറ്റർ ആണ് അല്ലെ? അങ്ങനെ നമുക്ക് പറഞ്ഞുകൂടെ? 1/10 സെന്റിമീറ്റർ എന്ന് പറയാൻ പറ്റും. അഥവാ 10⁻⁻1 സെന്റിമീറ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അത് വേണമെങ്കിൽ ഇങ്ങനെ 10⁻⁻1 സെന്റിമീറ്റർ എന്ന് എഴുതാം. അതുപോലെ തന്നെ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. അപ്പോ 1 സെന്റിമീറ്ററിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്ത് എഴുതാം? 1/100 മീറ്റർ എന്ന് എഴുതാം. അഥവാ 1/10⁻2 മീറ്റർ എന്ന് എഴുതാം. അല്ലെങ്കിൽ അതിനെ 10⁻−2 മീറ്റർ എന്ന് എഴുതാം. ഇതൊന്നും കാണാപ്പാഠം പഠിക്കേണ്ട, ഈ കൺവേർഷൻ ടെക്നിക്ക് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു തോത് ഉപയോഗിച്ച് കൃത്യമായി അളക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ അളവാണ് ലീസ്റ്റ് കൗണ്ട്. ഏതെങ്കിലും ഒരു തോത് ഉപയോഗിച്ച് കൃത്യമായി അളക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ അളവാണ്. ഇതൊരു മീറ്റർ സ്കെയിലിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്? മില്ലിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഒരു മീറ്റർ സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട് 1 മില്ലിമീറ്റർ ആണ്. ഇനി മീറ്റർ, എന്താണ് ഈ മീറ്റർ? ഈ മീറ്റർ എന്ന് പറഞ്ഞാൽ പ്ലാറ്റിനത്തിൽ 10% ഇറിഡിയം ചേർത്ത് നിർമ്മിച്ച് 0 ഡിഗ്രി സെന്റിഗ്രേഡിൽ ഫ്രാൻസിലെ അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോയിൽ സൂക്ഷിച്ചിട്ടുള്ള മാതൃകാ ദണ്ഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ള 2 അടയാളങ്ങൾക്കിടയിലുള്ള നീളമാണ് മീറ്റർ. കൃത്യത കണ്ടോ? പ്രിസിഷൻ കണ്ടുകൊടുത്ത പ്രിസിഷൻ. പ്ലാറ്റിനത്തിൽ എത്ര ശതമാനം ഇറിഡിയം ചേർത്ത്? 10% ഇറിഡിയം ചേർത്ത്. ഓർത്തു വെക്കണേ, SCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതുകൊണ്ട് ചോദ്യമായിട്ട് വരാം. പ്ലാറ്റിനത്തിൽ 10% ഇറിഡിയം ചേർത്ത് നിർമ്മിച്ച് 0 ഡിഗ്രി സെന്റിഗ്രേഡിൽ ഫ്രാൻസിൽ അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോയിൽ, ഫ്രാൻസിലാണ്, പ്ലാറ്റിനത്തിൽ 10% ഇറിഡിയം ചേർത്തതാണ്, 0 ഡിഗ്രി സെന്റിഗ്രേഡിലാണ്, ഫ്രാൻസിലാണ്, അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോയിൽ സൂക്ഷിച്ചിട്ടുള്ള മാതൃകാ ദണ്ഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ള 2 അടയാളങ്ങൾക്കിടയിലാണ് ഇത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. 2 അടയാളങ്ങൾക്കിടയിൽ വെച്ചിരിക്കുകയാണ്. അതാണ് പ്രിസിഷൻ. ഇതുമായി താരതമ്യം ചെയ്ത് തയ്യാറാക്കുന്ന സ്കെയിലിന്റെ നീളമാണ് 1 മീറ്ററായി കണക്കാക്കിയിട്ടുള്ളത്. അപ്പൊ പുതിയ നിർവചനം അനുസരിച്ച്, എന്നാൽ അതൊരു പുതിയ നിർവചനം അനുസരിച്ച് മീറ്ററിനെ ഒന്നും കൂടി പുതുക്കിയിട്ടുണ്ട്. അതായത് ശൂന്യതയിൽ പ്രകാശം സഞ്ചരിക്കുന്നുണ്ടല്ലേ? പ്രകാശത്തിന്റെ വേഗത എത്രയാ? പ്രകാശത്തിന്റെ വേഗത എത്രയാ അറിയാമോ? 3 × 10⁵ കിലോമീറ്റർ ആണ് മക്കളെ പ്രകാശം 1 സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്നത്. 3 ലക്ഷം കിലോമീറ്റർ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. പ്രകാശം സഞ്ചരിക്കുന്ന വേഗത നമ്മളൊക്കെ 1 മണിക്കൂറിൽ 40 കിലോമീറ്റർ, 50 കിലോമീറ്റർ, 60 കിലോമീറ്റർ, 80 കിലോമീറ്റർ പോകുമ്പോൾ തന്നെ മുന്നിലുള്ള ആൾ പറയും സ്പീഡ് കുറയ്ക്കാനായിട്ടാ, ഭയങ്കര സ്പീഡായിരുന്നു. 1 മണിക്കൂറിലാണ് 80 കിലോമീറ്റർ. പ്രകാശമോ 1 സെക്കൻഡിൽ. 1 സെക്കൻഡിലാണ് 3 ലക്ഷം കിലോമീറ്ററാ. ഇനി മറക്കില്ലല്ലോ നിങ്ങൾ. അങ്ങനെ ഒന്ന് അതിശയിച്ചു നോക്ക്. അതിന്റെ ഒന്ന് ആലോചിച്ചു. 3 × 10⁵ കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു. ആ പ്രകാശം 1/, കുറച്ച് സംഖ്യകളുണ്ട് ഇനി വരാൻ പോണു, 299. ഇതെങ്ങനെ ഓർത്തു വയ്ക്കും? പ്രകാശം നോക്കൂ, 1/, ആദ്യം വരുന്നത് ചങ്കിങ് നോക്കിയാൽ മതി. 299 പറഞ്ഞാൽ 300 താഴെ. പിന്നെ ഒരു 792, 800 അടുത്ത്. പിന്നെ 458, 500 അടുത്ത്. അപ്പൊ നോക്കൂ, ഇവിടെ നോക്കൂട്ടാ, 300, 800, 500. ഇതൊന്ന് ഓർത്തു നോക്കി ആദ്യം.
എന്നിട്ട് 300 1 കുറച്ചാൽ 299. 800 എന്ത് കുറച്ചാൽ 8 കുറച്ചാൽ 792. 458 ആവുമ്പോൾ 42 കുറച്ചാൽ 458. ഇങ്ങനെ ആലോചിച്ച് നോക്കൂ, പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. വലിയ സംഖ്യകളൊക്കെ ഇങ്ങനെ പല രീതിയിലും നമ്മൾ ഓർത്തിക്കുക. അപ്പൊ 299, 792, 458 പഠിക്കാൻ മറക്കണ്ട. ചോദിച്ചാൽ എഴുതി വെക്കാൻ പറ്റണം. സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ്. കൂടുതൽ കൃത്യത ലഭിക്കുന്നതിന് വേണ്ടിയാണ് പുതിയ നിർവചനം സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് ഞാൻ ഇത്ര മൈന്യൂട്ടായിട്ട് ഈ ഡീറ്റെയിൽസിലേക്ക് പോകുന്നത്? വിൻഡോ എജുവിന് അത് പെയ്ഡ് ക്ലാസ് ആണെങ്കിലും പെയ്ഡ് ആയിട്ടുള്ള കോഴ്സിനാണെങ്കിലും നിങ്ങൾ ഫ്രീ ആയി ജോയിൻ ചെയ്യുന്നവർക്കും നമ്മുടെ ക്ലാസ്സുകൾ ലഭിക്കും. അപ്പോൾ അതിന് നമുക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാം കോമ്പസിന്റെ ഭാഗമായി നടക്കുന്നത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്നാൽ മതി. വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ താഴെ നൽകിയിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്ന് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഫിസിക്സ് ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 19-ാം തീയതി വരെ ഫിസിക്സ് ക്ലാസ് ആണ്. 19-ാം തീയതി വൈകുന്നേരം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു യൂട്യൂബ് ലൈവ് ക്ലാസ് സംഘടിപ്പിക്കുന്നു. ആ യൂട്യൂബ് ലൈവ് ക്ലാസ് ഓരോ വിഷയം കഴിഞ്ഞാലും ഇതുവരെ PSC ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും നമ്മളാണ് പറയും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ റാങ്ക് ഫയലോ മറ്റ് യൂട്യൂബ് വീഡിയോസ് ഒക്കെ നോക്കി ഒന്ന് പഠിച്ചു വെക്കുക. എന്നിട്ട് ഒറ്റ യൂട്യൂബ് ക്ലാസ്സിൽ നല്ലൊരു റിവിഷൻ. അങ്ങനെ ഈ വരാൻ പോകുന്ന 2025 വരാൻ പോകുന്ന 10th ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയുള്ള കോഴ്സുകളുണ്ട്, ഫ്രീ ക്ലാസ്സുകളുണ്ട്. ഫ്രീ ക്ലാസ്സുകൾ ലഭിക്കാൻ നമ്മുടെ വാട്സപ്പിൽ ജോയിൻ ചെയ്താൽ മതി. കോഴ്സുകൾ ലഭിക്കാൻ ഞാനിതിന് താഴെ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ അവിടെ തന്നെ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. അപ്പോൾ അവിടെ നമുക്ക് തിരിച്ചു പോകാം. എന്താണ് നമ്മുടെ അപ്രോച്ച്? നമ്മൾ ടൈമിനെ മാനേജ് ചെയ്യാനും നോളേജ് മാനേജ് ചെയ്യാനും പഠിക്കണം. അതായത് PSC ക്കാണ്ട് പഠിക്കാതിരിക്കുകയാണ് വലിയ കട്ടിക്കണക്കിന് റാങ്ക് ഫയലൊക്കെ വാങ്ങിക്കോളൂ ഒരു കോഴ്സിനും ചേരാത്തവർ. ഓക്കെ, റാങ്ക് ഫയലെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. റാങ്ക് ഫയലും SCERT ടെക്സ്റ്റ് ബുക്കും ഉണ്ടായിരിക്കണം. ഇതങ്ങോട്ട് കട്ടിക്കണക്കിന് വെച്ചിട്ട് ഓരോ ദിവസവും 10 വെച്ച് പഠിക്കുകയല്ല വേണ്ടത്. ഒരു അപ്രോച്ച് ഉണ്ടായിരിക്കണം. ഏതാ എക്സാമിന് വരുന്നത്? എക്സാമിന് ഇപ്പോൾ ഈ 10th ലെവൽ എക്സാമുകൾക്കൊക്കെ വരുന്നത് പ്രധാനമായും മുൻകാല ചോദ്യങ്ങളിൽ നിന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്നും SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുമാണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് വന്നാലോ? നിങ്ങൾ എഴുതണ്ടോ? അതിനപ്പുറത്തേക്ക് വന്ന കുറച്ച് ചോദ്യങ്ങൾ ഒഴിവാക്കിക്കോ. ആ ചോദ്യങ്ങൾ ഒഴിവാക്കിയാലും നിങ്ങൾക്ക് റാങ്കിൽ കയറാം. അപ്പം എന്താ വെച്ചാൽ നമുക്ക് കുറേ ഭാഗം പഠിക്കേണ്ടതായി മാറി. ക്ലിയർ ആയില്ലേ? കുറേ +2ൻ്റെ ബുക്ക്. അതേസമയത്ത് +2 ലെവലിലാവുമ്പോൾ അവിടെ +2ൻ്റെ ബുക്ക് നിർബന്ധം. ഇവിടെ നിങ്ങൾക്ക് +2ൻ്റെ ബുക്കൊക്കെ ഒഴിവാക്കാം. എന്നാൽ അത് മുൻകാല ചോദ്യങ്ങളിൽ വന്നാൽ നിങ്ങൾ പഠിക്കുകയും ചെയ്യാം. മറ്റേത് +2ൻ്റെ ബുക്ക്, SCERT ബുക്ക്, NCERT ബുക്ക്, ഇതൊക്കെ നിങ്ങൾക്ക് പഠിച്ചു പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വ്യാമോഹം മാത്രമാണ്. ഒരു വർഷം കൊണ്ട് നിങ്ങളുടെ വ്യാമോഹമാണ്. എന്താ ചില്ലറ കളിയല്ല PSC എന്ന് പറയുന്നത്. പക്ഷെ അവിടെ നോളേജ് മാനേജ് ചെയ്യണം. ആവശ്യമായത് മാത്രം പഠിക്കുക. അപ്പം നമ്മൾ അവിടെ കുറേ എണ്ണം ഒഴിവാക്കി. അപ്പോൾ ഒഴിവാക്കുമ്പോൾ ഉള്ള ഒരു അപകടം എന്താ വെച്ചാൽ കുറച്ച് ചോദ്യങ്ങൾ ആൾറെഡി പുറത്ത് പോയിട്ടുണ്ട്. നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു 5 മുതൽ 10 വരെ ചോദ്യങ്ങൾ പുറത്തേക്ക് പോകും. പിന്നെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ പുറത്തു പോവാതിരിക്കാനുള്ള ശ്രദ്ധയും കൃത്യതയും വേണം. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു ചോദ്യം വന്നാൽ അത് എഴുതാൻ പറ്റണം. എന്നിട്ട് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ പോയാലും നിങ്ങൾ തകരാറാവുന്നില്ല. പക്ഷേ പരമാവധി നമ്മൾ ഇല്ലാതെയാവാൻ ശ്രമിക്കണം. ഇത് വിൻഡോ എജു 10th ലെവൽ എക്സാമുകൾക്ക് നിങ്ങൾക്ക് ആവശ്യമായത് മാത്രമേ പഠിപ്പിക്കൂ. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ രീതി. അപ്പൊ നമുക്ക് അതാണ് നോളേജ് മാനേജ് ചെയ്യുക. ഏതാണ് സോഴ്സ്? ആ സോഴ്സിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ മാത്രം. ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് ലിമിറ്റഡ്. അത് കൃത്യമായിട്ട് ഫലപ്രദമായിട്ട് വിനിയോഗിക്കാൻ പഠിക്കുക. ഇപ്പൊ പഠിച്ചത് ഉറപ്പിക്കുക എന്നുള്ളത് ടൈം മാനേജ്മെന്റിലെ മറ്റൊരു തന്ത്രമാണ്. പലരും പഠിച്ചത് റിവൈസ് ചെയ്യില്ല. നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ക്ലാസ്സിൽ വരികയാണെങ്കിലും പെയ്ഡ് ക്ലാസ്സിൽ വരികയാണെങ്കിലും വെറുതെ കുറച്ച് റെക്കോർഡ് ക്ലാസ് തരില്ല. എല്ലാ ദിവസവും നിങ്ങൾക്ക് ഡെയിലി എക്സാംസ് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ഒരു വിഷയം കഴിയുമ്പോൾ അതിന് മൊത്തമുള്ള എക്സാംസ് ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് മറ്റു കുട്ടികളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മാർക്ക് കൂടി അവിടെ താരതമ്യം ചെയ്യാം. ഓൺലൈൻ എക്സാമുകളായിരിക്കും. അപ്പോൾ 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു. മില്ലിമീറ്റർ എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി മറ്റൊരളവുണ്ട്, മൈക്രോമീറ്റർ. എന്താ? മൈക്രോമീറ്റർ. അല്ലട്ടാ, ഞാൻ മൈക്രോമീറ്റർ. എന്താ മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ? 1 മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 100 സെന്റിമീറ്റർ ആണ്. എത്ര മൈക്രോമീറ്ററാ? എത്ര 0 ഉണ്ടെന്ന് തന്നെ നോക്കൂ. 1, ഇവിടുത്തെ 0 തന്നെ നോക്കൂ. 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം മൈക്രോമീറ്റർ ചേർന്നതാണ്. 10 ലക്ഷം മൈക്രോമീറ്റർ ചേർന്നതാണ് 1 മീറ്റർ എന്ന് പറഞ്ഞാൽ.
10 ലക്ഷം മൈക്രോമീറ്റർ. 10 ലക്ഷം മൈക്രോമീറ്റർ. എത്ര മൈക്രോമീറ്റർ ചേർന്നിട്ടാണ് അപ്പോൾ ഒരു മീറ്റർ ഉണ്ടാവുക? 10 ലക്ഷം മൈക്രോമീറ്റർ. അപ്പൊ നേരത്തെ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോഴോ നമുക്ക് ഒരു മൈക്രോമീറ്ററിനെ എങ്ങനെ എഴുതാം? ഒരു മൈക്രോമീറ്റർ എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു മൈക്രോമീറ്റർ എന്നുള്ളതിനെ ഒരു മൈക്രോമീറ്റർ സമം 1/10 ലക്ഷം. എത്ര 0? 6 0. അങ്ങനെ 10⁻6 എന്ന് എഴുതാം. 1/10⁻6 മീറ്റർ അഥവാ 10⁻⁻6 മീറ്റർ. കണ്ടോ? ഇതൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണേ. ഇതൊക്കെ ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലേ? 10ൻ്റെ ഒപ്പം 6 0. അപ്പോൾ 1/10⁻6 എന്ന് പറഞ്ഞാൽ 10⁻⁻6 മീറ്റർ. ഓക്കെ. ഇനി നാനോമീറ്ററോ? അത് അവിടെ നിന്ന് വിടും. എത്ര 0? എണ്ണി നോക്കൂ. എത്ര 0? ദാ 1 0, 2 0, 3 0, 4 0, 5 0, 6 0, 7 0, 8 0, 9 0. 9 0 വരെയാണ്. അപ്പോ എത്രയാ? ഒരു നാനോമീറ്റർ, ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം 10⁻9 നാനോമീറ്റർ ആണ്. അഥവാ ഒരു നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 1/10�9 മീറ്റർ ആണ്. 10⁻⁻9 മീറ്റർ. എത്ര ചെറുതായിരിക്കും ആ അളവ്? ഒരു മീറ്ററിനെ മനുഷ്യ സാധ്യമല്ല അല്ലേ അങ്ങനെ നോക്കാൻ? അതിനൊക്കെ വലിയ ഉപകരണങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ. 10⁻⁻9 മീറ്റർ ആണ്. അപ്പൊ നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ മീറ്റർ ആണ്. പക്ഷെ മീറ്ററിന് പല അളവുകളും തന്നിട്ടുണ്ട്. സൗകര്യത്തിന് അതിനെ ചെറിയ അളവുകളാക്കി മാറ്റിയിട്ടുണ്ട്. ചെറിയ യൂണിറ്റുകളാക്കി മാറ്റിയിട്ടുണ്ട്. അതാണ് സെന്റിമീറ്റർ. അതുപോലെ തന്നെ മില്ലിമീറ്റർ. പിന്നെ നമ്മൾ പഠിച്ചു മൈക്രോമീറ്റർ. പിന്നെ നമ്മൾ പഠിച്ചു നാനോമീറ്റർ. ഓക്കെ. അപ്പോൾ ഒരു ദൂരം അളക്കാൻ നീളത്തിന്റെ, അപ്പൊ ഇതൊക്കെ ചെറിയ അളവുകൾ. വലിയ അളവോ? 1 കിലോമീറ്റർ ഇല്ലേ? 1 കിലോമീറ്റർ ഇല്ലേ? 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1000 മീറ്റർ ആണ്. അതായത് 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 10⁻3 മീറ്റർ ആണ്. 1000 മീറ്റർ ആണ്. അവിടെ മൈനസ് വരില്ല, അവിടെ പ്ലസ് ആ വരിക. കാരണം എന്താ? അത് വലുതായി. 10⁻3 മീറ്റർ ആണ്. അത് 2 സ്ഥലങ്ങൾ അളക്കാൻ പറ്റും. ഗ്രഹങ്ങളിലേക്കോ സൂര്യനിലേക്കോ ദൂരം അളക്കാൻ ഇത് മതിയോ? പോരല്ലോ. അവിടെ ദൂരം അളക്കാൻ വീണ്ടും വേണ്ടേ? ഇപ്പൊ ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കും ദൂരം അളക്കാൻ വേണ്ടി വരുമ്പോ എടുക്കുന്ന അളവാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഗ്രഹങ്ങളിലേക്കും ഇതൊക്കെ PSC ക്വസ്റ്റ്യൻ കണ്ടവർക്ക് മനസ്സിലായല്ലേ എവിടുന്ന ഈ ചോദ്യം വരുന്നതെന്ന്? പഴയകാല ഫിസിക്സ് ചോദ്യങ്ങൾ നോക്കുമ്പോൾ ഇതൊക്കെ ഇപ്പൊ ഇവിടുന്ന വരുന്നത് അതിന് പറയുന്ന പേരാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഓക്കെ. പ്രകാശവർഷം മറ്റൊന്നാണ് ലൈറ്റ് ഇയർ. LY എന്നുള്ള അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും. LY. ഇപ്പോ സാധാരണ PSCക്ക് ഇപ്പാരും തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ് ലൈറ്റ് ഇയർ എന്തിന്റെ അളവാണ്? ഉണ്ടം കൊടുക്കും. ഇയർ അല്ലേ? സമയം അല്ല, ദൂരത്തിന്റെ അളവാണ്. പ്രകാശം 1 വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം. ഒന്നുകൂടി ഞെട്ടാൻ തയ്യാറായിക്കോ. പ്രകാശം 1 വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം. 1 സെക്കൻഡ് കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം എത്രയാ മക്കളെ? പറയൂ. 1 വർഷം കൊണ്ട് പ്രകാശം എത്രയാ സഞ്ചരിക്കുന്ന ദൂരം? 3 ലക്ഷം കിലോമീറ്റർ അല്ലേ 1 സെക്കൻഡ് കൊണ്ട്? അപ്പൊ 1 വർഷം കൊണ്ട് പ്രകാശം എത്ര ലക്ഷങ്ങളാണോ കോടികളാണോ കോടാനുകോടി കിലോമീറ്റർ ദൂരല്ലേ സഞ്ചരിക്കുക? അതൊക്കെയാണ് വലിയ അളവുകൾ, ദൂരമളക്കാനുള്ള വലിയ അളവുകൾ. അസ്ട്രോണമിക്കൽ യൂണിറ്റ്, ലൈറ്റ് ഇയർ. അതുപോലെ തന്നെയാണ് പാരാലാറ്റിക് സെക്കൻഡ് അഥവാ പെർസെക്. എന്നുള്ളൊരു യൂണിറ്റ് ഉണ്ട്. എന്നിവയും ഉപയോഗിച്ചു. അപ്പോൾ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. ഇതിലെ വലിയ അളവുകളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം. കാരണം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം പലപ്പോഴും വ്യത്യസ്തപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം ഭൂമി സൂര്യനെ ചുറ്റുന്നത് ഒരു ദീർഘവൃത്താകൃതിയിലാണ്. ഇപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ദൂരമായിരിക്കില്ല അടുത്തുള്ളപ്പോൾ ദൂരം. അപ്പൊ അതിന്റെ ശരാശരി ദൂരമാണ് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് 1.5 കോടി കിലോമീറ്ററാണ്.
1.5 ഇൻറ്റു 10⁻7 കിലോമീറ്ററാ. 1.5 കോടി. ഒരു കോടിയിൽ 7 പൂജ്യം. അതാണ് ഞാൻ 1.5 10⁻7 എന്നെഴുതിയത്. ടെക്നിക്ക് മനസ്സിലാക്കിക്കോ. ഈ 10 എങ്ങനെ ലക്ഷം വരുമ്പോ 10⁻5 5 പൂജ്യം. ഒന്നിന്റെ ഒപ്പം എത്ര പൂജ്യം ഉണ്ട് നോക്കിയിട്ടാണ് നമ്മൾ എഴുതുന്നത്. കണ്ടുവോ? 10⁻5. അത് 1/10⁻5 ആകുമ്പോഴാണ് ഈ 10⁻−5 മാറുന്നത്. ഇതിനൊക്കെ ഗുഡ് ടെൻസ് ഉണ്ട്. അത് പഠിച്ചാൽ വളരെ എളുപ്പം കിട്ടും. ഓക്കെ. അപ്പൊ ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളുടെ ഇടയിലുള്ള അകലം അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് പ്രകാശവർഷവും അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഒക്കെയാണ്. അതിൽ വളരെ പ്രധാനമായ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. മറ്റേതാണ് പ്രകാശവർഷം. പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ പ്രകാശം ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്നു എന്ന് ആലോചിക്കുക. അപ്പോൾ ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം എത്ര? ഒരുപാടായിരിക്കും അല്ലേ? അപ്പോ ശൂന്യതയിലൂടെ പ്രകാശം സഞ്ചരിക്കുന്ന അളവാട്ടോ ഈ 3 ലക്ഷം കിലോമീറ്റർ. ഇനി പർസെക് എന്ന് പറഞ്ഞാൽ അതിലും വലുതാ. എന്ന് പറഞ്ഞാൽ 3.26 പ്രകാശവർഷം. 326 അങ്ങനെ ആലോചിച്ചാൽ മതി. 3.26 പ്രകാശവർഷം. അപ്പൊ ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണ്. 10⁻3 മീറ്റർ. ഒരു സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻−2 മീറ്റർ. 100 ഭാഗം. ഒരു മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സെന്റിമീറ്ററിന്റെ എത്ര? 1000 ഭാഗം. അപ്പോൾ 10⁻−3 മീറ്റർ. ഒരു മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മീറ്ററിന്റെ 10⁻6 ഭാഗം. അപ്പൊ 10⁻−6. ഒരു നാനോമീറ്റർ 10⁻−9 മീറ്റർ. ക്ലിയർ ആയല്ലോ? 10⁻−2 ആവുമ്പോ സെന്റിമീറ്റർ ആയി. 10⁻−3 ആവുമ്പോ എന്തായി മാറി? അത് മീറ്റർ മറ്റേ മില്ലിമീറ്റർ ആയി. 10⁻−6 മീറ്റർ ആവുമ്പോ അത് മൈക്രോമീറ്റർ ആയി. 10⁻−9 മീറ്റർ ആവുമ്പോ അത് നാനോമീറ്റർ ആയി. ഇനി ഒരു കിലോമീറ്ററോ? ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻3 മീറ്റർ. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റോ? 15 കോടി കിലോമീറ്റർ. സോറി, നേരത്തെ ഞാൻ 1.5 എന്നാ പറഞ്ഞത്. 15 കോടി കിലോമീറ്റർ ആണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. പ്രകാശവർഷം എന്ന് പറയുന്നതോ? പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം, അത് വിട്ടേക്ക്, ആണ് പ്രകാശവർഷം. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം എത്രയാ? ഒരു സെക്കൻഡിൽ 3 ലക്ഷം. ഒരു 60 സെക്കൻഡ് കൊണ്ട് ഒരു മണിക്കൂർ. അപ്പൊ 60 × 3 ലക്ഷം. വീണ്ടും അങ്ങനത്തെ 60 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ്. അങ്ങനത്തെ 60 മിനിറ്റ് വരും. അങ്ങനത്തെ 24 മണിക്കൂർ വരും. അങ്ങനെ 365. സോ ഇതാണ് ആ സംഭവം. അതായത് നോക്കൂ, 94608. 94608. ഇനി എത്ര പൂജ്യം? 1 2 3 4 5 6 7. ഇതിൻ്റെ ഒപ്പം 7 പൂജ്യം ഉണ്ട്. 9406 അല്ല 944608 ഉണ്ട്. ഇതിൻ്റെ ഒപ്പം 7 പൂജ്യം ഉണ്ട്. അപ്പൊ ഇവിടെ 3 എണ്ണം വരുന്നു. അപ്പൊ നമുക്ക് 9.4608 ഇൻറ്റു 10⁻11 എന്ന് എഴുതാം. അത് നിങ്ങൾ ഓർത്തു വെക്കണ്ട. ഇത് എടുത്തു വെക്കണം. ഒരു എന്താ പറയാ, പർസെക് എന്ന് പറഞ്ഞാൽ 3.26 പ്രകാശവർഷമാണ്. നിശ്ചിത കനത്തിൽ കുറഞ്ഞ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ നിരോധിക്കപ്പെട്ടിട്ടുണ്ടല്ലോ അല്ലെ? ഇത്തരം ബാഗുകളുടെ കനം മൈക്രോമീറ്ററിലാണ്. ഭൂമിയിൽ നിന്നും സൗരയൂഥത്തിലെ ഒരു ഗ്രഹത്തിലേക്കുള്ള ദൂരം 4 AU എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഭൂമിയിൽ നിന്നും സൂര്യനേക്കുള്ള അകലമാണ് 1 AU. അതിന്റെ 4 ഇരട്ടി ദൂരമാണ് എന്നാണ് അർത്ഥമാക്കുന്നത്. ഒരു പ്രകാശവർഷം എത്ര കിലോമീറ്റർ ആണെന്ന് കണ്ടെത്തി എഴുതി നോക്കൂ. നമ്മൾ എത്ര എഴുതിയാൽ മതി? അവിടെ വരുമ്പോ എന്താണ്? 3 ലക്ഷം ആണ് ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുക അല്ലെ? 3 ലക്ഷം ഇൻറ്റു ഒരു മണിക്കൂറിൽ 60 സെക്കൻഡ്, അല്ല ഒരു മിനിറ്റിൽ 60 സെക്കൻഡ്, ഒരു മണിക്കൂറിൽ 60 സെക്കൻഡ്, അങ്ങനത്തെ 24 മണിക്കൂർ, അങ്ങനത്തെ 365 ദിവസം. ഓക്കെ. ഭൂമിയിൽ നിന്നും തിരുവാതിര നക്ഷത്രത്തിലേക്കുള്ള ദൂരം ഏത് യൂണിറ്റിൽ പ്രസ്താവിക്കാം? പ്രകാശവർഷത്തിൽ പ്രസ്താവിക്കാം, അസ്ട്രോണമിക്കൽ യൂണിറ്റിൽ പ്രസ്താവിക്കാം, പാർസക്കിൽ പ്രസ്താവിക്കാം. ഇതൊക്കെ അവിടെ സൗകര്യമുണ്ട്. നീളം അളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
ഒരു വസ്തുവിന്റെ നീളം അളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇന്നേവരെ ചോദ്യങ്ങളായി വന്നിട്ടില്ല, പക്ഷെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അളവെടുക്കുമ്പോൾ കണ്ണിന്റെ സ്ഥാനം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. സ്കെയിലിന്റെ അവിടെ നിന്ന് ഡിഗ്രി മാറിപ്പോയാൽ 7.5 എന്ന് വിളിക്കും, ഇങ്ങോട്ട് മാറിപ്പോയാൽ 8.5 എന്ന് വിളിക്കും. അപ്പൊ കണ്ണ് ഇങ്ങണ്ടാ പോവുക, നേരെ നോക്കണം. ഇതാണ് കറക്റ്റ്, നേരെ നോക്കണം കേട്ടോ, സ്കെയിലിലേക്ക് നേരെ നോക്കണം. ഇനി മാസിനെ കുറിച്ച് പറയാം. എന്താ മാസ്? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മാസിനെ കുറിച്ച്. മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം ആണ്. മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. നമ്മൾ നേരത്തെ പഠിച്ചു നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ ആണെന്നതുപോലെ മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. മാസ് എന്ന് പറഞ്ഞാൽ പിണ്ഡം. എന്താണ് പിണ്ഡം? ഒരു പദാർത്ഥത്തിലെ ദ്രവ്യത്തിന്റെ അളവാണ് മാസ് എന്ന് പറയുന്നത്. മാസ് അളക്കുന്നതിന് അടിസ്ഥാന യൂണിറ്റ് ആയ കിലോഗ്രാം. പിന്നെ ചെറിയ യൂണിറ്റ് ഇല്ലേ, ഗ്രാം, മില്ലിഗ്രാം തുടങ്ങിയത്. വലിയ യൂണിറ്റ് ഇല്ലേ, കിൻഡലില്ലേ, ടണ്ണില്ലേ. അപ്പൊ അതൊക്കെ ആകുമ്പോൾ 1 മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ ഒരളവ് എന്നുള്ള നിലയിൽ നമ്മൾ 1 മില്ലിഗ്രാം എന്ന് പറയുന്നത് നോക്കൂ, 1 മില്ലിഗ്രാം, 1 ഗ്രാം എന്ന് പറയുന്ന 1000 ഗ്രാം ചേർന്നതാണ് 1 കിലോഗ്രാം. 1000 മില്ലിഗ്രാം ചേർന്നതാണ് 1 ഗ്രാം. അപ്പൊ ഒന്നിൻ്റെ ഒപ്പം എത്ര 0 ചേർന്നതാണ്? 6 മില്ലിഗ്രാം ചേർന്നതാണ് 1 കിലോഗ്രാം. അതുകൊണ്ട് തന്നെ അത് ഒന്നിൻ്റെ ഒപ്പം 6 ചേർന്ന അത്രയും ഭാഗങ്ങളാണ്. അഥവാ 10⁻6 ഗ്രാം മില്ലിഗ്രാം ചേർന്നാലാണ് 1 കിലോഗ്രാം ഉണ്ടാവുക. അഥവാ നമുക്ക് 1 മില്ലിഗ്രാമിനെ നമുക്ക് 1/10⁻⁻6 കിലോഗ്രാം എന്ന് പറയാം. 1/10⁻⁻6 കിലോഗ്രാം. 1 ഗ്രാം എന്ന് പറയുമ്പോഴോ, 1 ഗ്രാം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും കുറഞ്ഞു. 1 ഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം ആണ് 1 കിലോഗ്രാം. അതായത് 10⁻3 ഗ്രാം 1 കിലോഗ്രാം. സിമ്പിളാണ്. 10⁻3 കിലോഗ്രാം 1 ഗ്രാം അല്ലേ? 10⁻3 ഗ്രാം ആണ് 1 കിലോഗ്രാം. അഥവാ 1 ഗ്രാമിനെ തിരിച്ചു പറയുമ്പോൾ 1/10⁻⁻3 കിലോഗ്രാം. അപ്പൊ ഗ്രാമും മില്ലിഗ്രാമും കഴിഞ്ഞു. ഇനി 1 കിൻഡലോ? 1 കിൻഡൽ എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാം ആണ് 1 കിൻഡൽ. അതായത് 10 സ്ക്വയർ. ഇനി 1 ടണ്ണോ? 1 ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം ആണ്. എന്ന് പറഞ്ഞാൽ 10⁻3 കിലോഗ്രാം. ഓക്കെ, കിൻഡലായി, ഗ്രാമായി, മില്ലിഗ്രാമായി, ചെറിയ അളവും വലിയ അളവുകളൊക്കെ ആയി. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ പ്ലാറ്റിനത്തിൽ ഇറിഡിയം ചേർത്തിട്ടല്ലേ, ഇവിടെയും പ്ലാറ്റിനം ഇറിഡിയം. എളുപ്പമായോ? ഇവിടെയും പ്ലാറ്റിനം ഇറിഡിയം റേഷ്യോ തന്നെ 90%, 10%. ഫ്രാൻസിലെ അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോയിൽ സൃഷ്ടിച്ചിട്ടുള്ള 2 അളവുകൾക്കിടയിലുള്ള ദൂരമായിരുന്നു മീറ്റർ എങ്കിൽ ഇവിടെ ഒരു സിലിണ്ടറിന്റെ മാസാണ് 1 കിലോഗ്രാം. ഇതുപോലൊന്ന് ന്യൂഡൽഹിയിലെ ഫിസിക്കൽ ലബോറട്ടറിയിലും സൂക്ഷിച്ചിരിക്കുന്നു. ഇനി അടുത്തത് സമയമാണ്. സമയത്തെ കുറിച്ച് എടുക്കുമ്പോൾ സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് സെക്കൻഡ് ആണ്. ഓക്കെ, അതെന്താണ്? ഒരു ശരാശരി സോളാർ ദിനം എന്താണെന്ന് പിന്നീട് പറയാം. ഇത്ര ആലോചിച്ചാൽ മതി. ഒരു ശരാശരി സോളാർ ദിനത്തിന്റെ 1/86,400 ഭാഗമാണ് 1 സെക്കൻഡായി കണക്കാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ ഒന്ന് എഴുതി വെക്കുക, ഒരു ചെറിയ പേപ്പറിലാക്കി എഴുതി വെക്കുക, എന്നിട്ട് കീശയിൽ വെക്കുക. കീശയിൽ വെച്ചതിന് ശേഷം നിങ്ങൾ പണിയെടുക്കുമ്പോൾ, യാത്ര പോകുമ്പോൾ ഒക്കെ നമ്മുടെ മനസ്സിൽ ഇത് കിട്ടുന്നുണ്ടോ നോക്കുക. ചിലപ്പോൾ കിട്ടില്ല, അതെടുത്ത് നോക്കുക, ഒന്ന് നോക്കുക, വീണ്ടും മടക്കി വയ്ക്കുക. ഒരു 10-12 കാര്യങ്ങൾ മറന്നു പോകാൻ സാധ്യതയുള്ളത്. ഇങ്ങനെ 4-5 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിനൊരു ബന്ധം ആലോചിക്കുക, അതൊക്കെ തമ്മിൽ എങ്ങനെ ബന്ധപ്പെടുത്താം. അതല്ലെങ്കിൽ നമ്മുടെ മെമ്മറി ടെക്നിക്സിന്റെ ക്ലാസ് വരുന്നുണ്ട്. ആ മെമ്മറി ടെക്നിക്സിന്റെ ക്ലാസ്സിൽ കയറിയാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ എളുപ്പമാവും. വരാൻ പോകുന്നേ ഉള്ളൂ. അത് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേർന്നാൽ മതി. നമ്മുടെ കോമ്പസ് എന്നുള്ളൊരു പ്രോഗ്രാമിന്റെ ഭാഗമാണ്. അവിടെ നമ്മൾക്ക് നമ്പർ പെഗ് എന്നുള്ളൊരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഹിസ്റ്ററിയിലെ കൊല്ലങ്ങൾ, ഇതുപോലത്തെ കൊല്ലങ്ങളൊക്കെ എങ്ങനെ കഥകളാക്കി നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കാം. മെമ്മറീസ് പലപ്പോഴും ഇമോഷൻസുമായി ബന്ധപ്പെട്ടതാണ്. സ്റ്റോറി അതൊക്കെ നന്നായിട്ട് ഉറച്ചു നിൽക്കും. സ്റ്റോറി ആയിട്ട് ഓർത്തു വെച്ചാൽ മെമ്മറിയിൽ നിൽക്കും. എങ്ങനെ ഇതിനെ സ്റ്റോറിയാക്കി മാറ്റാം? ഓക്കെ, അപ്പോൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ്. എല്ലാവർക്കും അറിയാലോ. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആയതുകൊണ്ട് 60 × 60 സെക്കൻഡ് ആയിട്ട് പറയാം. 3600 ആണ്.
ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നോക്കൂ 24 × 60 × 60 അങ്ങനെയാണ് ഈ 86,400 വന്നത്. ഈ 36,600 എന്തുകൊണ്ട് ഗുണിച്ചതാ? 24 കൊണ്ട് ഗുണിച്ചാൽ 86,400 സെക്കൻഡ് വരും. അതാണ് ഇവിടെ ശരാശരി സോളാർ ദിനം. സോളാർ ദിനം എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. ഇവിടെ ഒരു ദിവസം എന്ന് പറയുന്നത്. ഒരു വർഷം എന്ന് പറഞ്ഞാൽ നോക്കൂ എത്ര സെക്കൻഡാണ്? 315 36 315 36 പിന്നെ 3 സെക്കൻഡാണ് ഒരു വർഷം എന്ന് പറയുന്നത്. അടിസ്ഥാന യൂണിറ്റുകളിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ സെക്കൻഡിനെയും കുറിച്ചും പഠിച്ചു. ഇങ്ങനെ 7ഓളം അടിസ്ഥാന യൂണിറ്റുകളുണ്ട്. ഓർത്തു വെക്കണേ എത്ര അടിസ്ഥാന യൂണിറ്റുകളാണുള്ളത്. അപ്പൊ നീളം, മാസ്, സമയം ഇതൊക്കെ പരിചയപ്പെട്ടല്ലോ. അങ്ങനെയുള്ള ഫണ്ടമെന്റൽ യൂണിറ്റ്സ്, അടിസ്ഥാന യൂണിറ്റ്സ്, നമ്മുടെ SI യൂണിറ്റ്സിൽ അടിസ്ഥാന ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഉണ്ട്, ഡിറൈവ്ഡ് യൂണിറ്റ്സ് ഉണ്ട്. ഈ അടിസ്ഥാന യൂണിറ്റുകളിൽ നിന്നാണ് മറ്റെല്ലാ യൂണിറ്റുകളും ഡിറൈവ് ചെയ്യുന്നത്. ഇതാണ് അടിസ്ഥാനം. അങ്ങനെ ഈ യൂണിറ്റുകളെ ആസ്പദമാക്കിയിട്ടുള്ള പദ്ധതികളാണ് യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അഥവാ SI യൂണിറ്റ്സ്. SI യൂണിറ്റ്സിലുള്ളത് 7 അടിസ്ഥാന യൂണിറ്റുകളാണ്. അതിൽ നീളം, ലെങ്ത് അളക്കാൻ മീറ്റർ, അതിന്റെ പ്രതീകം M. മാസ് ആണെങ്കിൽ അതിന് കിലോഗ്രാം ആണ്, അപ്പൊ kg. സമയം, ടൈം ആണെങ്കിൽ സെക്കൻഡ്, ഇതൊക്കെ സ്മാൾ ലെറ്റർ ആണ്. എന്നാൽ വൈദ്യുത പ്രവാഹ തീവ്രത 1 ആംപിയർ ആണ്. 1 ആംപിയർ എന്ന് പറഞ്ഞാൽ എന്താ? 1 ആംപിയർ വൈദ്യുത പ്രവാഹ തീവ്രത 1 ആംപിയർ ആണ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളുടെ, ചാർജുകളുടെ എണ്ണത്തിനുള്ള ഒരു യൂണിറ്റ് ആണ് ഒരു കൂലോം. ഒരു കൂലോം ചാർജുകൾ 1 സെക്കൻഡിൽ കടന്നു പോകുമ്പോഴാണ് നമ്മൾ അതിനെ 1 ആംപിയർ എന്ന് പറയുന്നത്. അപ്പൊ ചാർജിന്റെ യൂണിറ്റ് ഞാൻ പറഞ്ഞു നോട്ടാ, കൂലോം. അപ്പൊ കൂലോം പെർ സെക്കൻഡ് ആണ് ആംപിയർ എന്ന് പറയുന്നത്. താപനില ഡിഗ്രി സെൽഷ്യസിലൊന്നല്ല, ഇന്റർനാഷണൽ യൂണിറ്റിൽ പറയാ, കെൽവിനിലാണ് പറയാ, കെൽവിൻ, കെ. പദാർത്ഥത്തിന്റെ അളവ് പറയാം മോളിൽ ആണ്, MOL. ഓർത്തു വെക്കാൻ എളുപ്പമാണ് അല്ലെ. പദാർത്ഥത്തിന്റെ അളവ് മോളിലാണ് പറയാ. പ്രകാശ തീവ്രത നമ്മൾ നേരത്തെ ചോദ്യത്തിൽ കണ്ടു, കാന്റില, CD. ഓർത്തു വെക്കണേ, ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. ഇനി ഡിറൈവ്ഡ് യൂണിറ്റ്സ് ഉണ്ട്, ഇതിൽ നിന്ന് ഉണ്ടാക്കിയ യൂണിറ്റുകൾ. ഇപ്പൊ പരപ്പളവ്, ഏരിയയ്ക്ക് ഒരു യൂണിറ്റ് ഉണ്ട്, അത് കണ്ടെത്താൻ ഇനി എളുപ്പമാണ്, ഡിറൈവ് ചെയ്യാം. നീളം, നമ്മൾ നീളം എങ്ങനെ അളക്കുക? മീറ്ററിലല്ലേ. വീതി എന്തിൽ അളക്കുക? മീറ്ററിലല്ലേ. അപ്പൊ പരപ്പളവ് മീറ്റർ സ്ക്വയർ. ഇനി വ്യാപ്തം നോക്കൂ. വ്യാപ്തം എന്ന് പറഞ്ഞാൽ എന്താണ്? നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം അല്ലേ. നീളം മീറ്ററിലാണ് അളക്കുക, വീതി മീറ്ററിലാണ് അളക്കുക, ഉയരവും മീറ്ററിലാണ് അളക്കുക. അപ്പൊ മീറ്റർ ക്യൂബ്. ഘനമീറ്റർ എന്നൊക്കെ പറയാറില്ലേ? എത്ര മണ്ണ? അത്ര ക്യൂബിക് മീറ്റർ മണ്ണടിച്ചു. അത് പദാർത്ഥത്തിന്റെ അളവാണ്, അല്ല സോറി, വ്യാപ്തത്തിന്റെ അളവാണ് മീറ്റർ ക്യൂബ്. മറ്റത് MOL, പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ളത്. ഇനി സാന്ദ്രത എന്നുള്ള ഒന്നുണ്ട്. എന്താ സാന്ദ്രത? സാന്ദ്രത എന്ന് പറഞ്ഞാൽ ഓരോ ചെറിയ കഷ്ണത്തിലും എത്ര മാസ് ഉണ്ട് എന്നറിയുന്നതാണ്. അപ്പൊ മാസിനെ നമ്മൾ അതിൻ്റെ വോള്യം കൊണ്ട് ഹരിക്കണം. മാസ് ബൈ വ്യാപ്തമാണ് സാന്ദ്രത. നമുക്കറിയാം മാസിനുള്ള യൂണിറ്റ് ഏതാ? മാസിനുള്ള യൂണിറ്റ് കിലോഗ്രാം ആണ്. വോള്യത്തിനുള്ള യൂണിറ്റ് ഏതാ? മീറ്റർ ക്യൂബ് ആണ്. അപ്പൊ കിലോഗ്രാം മീറ്റർ റേസ് ടു -3 എന്ന് എഴുതിയാൽ മതി. കണ്ടുവോ? ഡിറൈവ്ഡ് യൂണിറ്റ് കിട്ടാനുള്ള വളരെ എളുപ്പ വഴി. 2 ജാറുകളിൽ പകുതിയിലും അല്പം കുറവായി തുല്യ അളവ് ജലവും ഉപ്പിന്റെ പുതിയ ലായനിയും എടുക്കുക. 2 ജാറുകളിലായി പകുതിയിലും അല്പം കുറവായി തുല്യ അളവ് ജലവും ഉപ്പിന്റെ പൂരിത ലായനിയും എടുക്കുക. ഒരു കോഴിമുട്ട ആദ്യം ജലത്തിലും പിന്നീട് ഉപ്പുവെള്ളത്തിലും വെച്ച് നോക്കൂ. ഏത് ജാറിലാണ് കോഴിമുട്ട പൊങ്ങിക്കിടക്കുന്നത്? ഉപ്പുജലത്തിൽ കോഴിമുട്ട പൊങ്ങിക്കിടക്കും. എന്തുകൊണ്ടാ? ഉപ്പിന്റെ സാന്ദ്രത കൂടുതലാ, അതായത് അവിടെ മാസ് ബൈ വോള്യം കൂടുതലാണ്. ഇതാണ് സാന്ദ്രത എന്ന് പറയുന്നത്. ഉപ്പുവെള്ളത്തിൽ കോഴിമുട്ട കിടക്കുന്നു കാരണം ഉപ്പുവെള്ളത്തിന്റെ മാസ് ശുദ്ധജലത്തിന്റെ മാസിനേക്കാൾ കൂടുതലാണ്. അതായത് ശുദ്ധജലത്തെ അപേക്ഷിച്ച് ഉപ്പുവെള്ളത്തിന് സാന്ദ്രത കൂടുതലാണ്. തന്നെയാണ് ഒരേ കഷ്ണം പഞ്ഞിക്കെട്ടും ഒരേ കഷ്ണം എന്തെടുത്താൽ ഇരുമ്പ് ഗോളവും എടുത്താൽ ഇരുമ്പ് ഗോളത്തിനാണ് മാസ് കൂടുതൽ. കാരണം അവിടെ സാന്ദ്രത, അതിൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ അത് ഒന്ന് സാന്ദ്രത കൂടുതലാണ്. ആ സാന്ദ്രതയെ മാസ് ബൈ വോള്യം കൊണ്ട് ചെയ്താൽ കിട്ടും. മണ്ണെണ്ണ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നതിന് കാരണം എന്താണ്? മണ്ണെണ്ണയ്ക്ക് ജലത്തേക്കാൾ സാന്ദ്രത കുറവായതിനാലാണ്. ഓക്കെ.
പലസ്തീനും ജോർദാനും ഇടയിൽ ഒരു കടലുണ്ട്. പലസ്തീന്റെയും ജോർദാന്റെയും ഇടയിൽ ഒരു കടലുണ്ട്. ചാവുകടൽ എന്നാണ് പറയുക. ഓക്കെ, അവിടെ ആളുകൾ മുങ്ങിപ്പോവാറില്ല. കാരണം അവിടെ ഉപ്പുവെള്ളത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭാഗമാണിത്. 340 ഗ്രാം ആണ് ഇതിലെ ഉപ്പുവെള്ളത്തിന്റെ അളവ്, ഉപ്പിലെ അളവ്. 1 ലിറ്റർ സാധാരണ കടൽ ജലത്തിൽ 35 ഉള്ളോർത്താണ് ഇവിടെ 340 ഗ്രാം. അപ്പൊ അവിടെ പോയി കിടന്ന പൊങ്ങും. നമ്മുടെ സാധാരണ കടലിൽ നിങ്ങൾ പൊങ്ങുമെന്ന് വിചാരിക്കില്ല. പൊങ്ങും, കുറച്ച് കാലം കഴിഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ പൊങ്ങും. അതുകൊണ്ട് അവിടെ കടലിൽ പോയിട്ട് പൊങ്ങി കിടക്കാൻ നിൽക്കണ്ട. അത് എവിടെ പോലെ? ചാവുകടലിലെ പോലെ. പെട്രോൾ, ഡീസൽ തുടങ്ങിയ ദ്രാവകങ്ങൾക്ക് തീ പിടിച്ചാൽ വെള്ളം ഉപയോഗിച്ച് അണയ്ക്കാൻ ശ്രമിക്കരുത്. എന്തുകൊണ്ട്? ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിന്റെ തൊട്ട് കുറേ കാലം മുമ്പ്, ഞാനൊരു 5 കിലോ 6 കിലോ 7 കിലോ അന്ന് മണ്ണെണ്ണ വലിയ ക്യാനിൽ കിട്ടും. 14-16 ലിറ്റർ മണ്ണെണ്ണയൊക്കെ കിട്ടും. അപ്പൊ ഈ മണ്ണെണ്ണ വലിയ ക്യാനിൽ സൈക്കിളിലാണ് കൊണ്ടുവരിക. അന്ന് ഈ ബൈക്കൊന്നും ആയിട്ടില്ല അവിടെ. നാട്ടിലെല്ലാവർക്കും അങ്ങനെയൊക്കെ പോണവർക്ക് സൈക്കിളായിരിക്കും. അപ്പൊ ആ സൈക്കിളിൽ ഒരു സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡിന്റെ അവിടെ ഇങ്ങനെ വലിച്ചു വെച്ച് കഴിഞ്ഞാൽ മണ്ണെണ്ണ അവിടെ വെക്കും, എന്നിട്ട് അവിടെ വെച്ച് പിടിപ്പിച്ച് വെക്കും. അപ്പോൾ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ വലിയ തീ എന്ന് പറഞ്ഞാൽ ആളുകൾ വിളിച്ചു പറയും. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ആളി കത്തുകയാണ്. അപ്പോൾ അത് കെടുത്താൻ വേണ്ടിയിട്ട് ഈ മണ്ണെണ്ണ അവിടെ വഴിയിലും പോയി. അപ്പോൾ റോഡ് സൈഡിലൊക്കെ നല്ല പാറയാണ്. ആ മണ്ണെണ്ണ അടിയിലേക്ക് പോകാനുള്ള മണ്ണല്ല, പാറയാണ്. അവിടെ തളം കെട്ടി നിൽക്കുക. അതിലേക്ക് ആരോ കൊണ്ടുപോയിട്ട് അത് കെടുത്താൻ വേണ്ടിയിട്ട് വീണ്ടും വെള്ളം കഴിച്ചപ്പോൾ വീണ്ടും അണ്ട് ആളിപ്പൊന്തി. കാരണം എന്താ? മണ്ണെണ്ണയ്ക്ക് വെള്ളത്തേക്കാൾ സാന്ദ്രത കുറവാണ്. പെട്രോളിനും അതെ. അപ്പൊ അതിലേക്ക് വെള്ളം ഒഴിച്ചാൽ എന്താ ചെയ്യുക? ഇതൊന്നും കൂടി, ഇത് മണ്ണിന്ന് ഒന്നും കൂടി പൊന്തും. അപ്പൊ ആളിക്കത്താണ് ചെയ്യുക. അതുകൊണ്ട് പെട്രോൾ, ഡീസൽ തുടങ്ങിയ ദ്രാവകങ്ങൾക്ക് തീപിടിച്ചാൽ വെള്ളം ഉപയോഗിച്ച് അണയ്ക്കാൻ ശ്രമിക്കരുത്. കാരണം സാന്ദ്രത കുറവാണ് പെട്രോളിനും മണ്ണെണ്ണയ്ക്ക്. ഇനി യൂണിറ്റുകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. യൂണിറ്റുകളുടെ പ്രതീകങ്ങൾ സാധാരണയായി ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ചെറിയ അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് എഴുതുക. നോക്കൂ, മീറ്റർ മലയാളത്തിൽ എഴുതണ്ട. സെക്കൻഡ്, കിലോഗ്രാം ഒക്കെ സ്മാൾ ലെറ്റർ ആയിരിക്കണം. ക്ലിയർ ആയല്ലോ? ഇപ്പോ നമുക്ക് ചില അളവുകൾ പറയാം. വോൾട്ട് എന്ന് പറഞ്ഞ അലക്സാൻഡ്രോ വോൾട്ടിന്റെ പേരിലാണ് പൊട്ടൻഷ്യൽ വ്യത്യാസം വോൾട്ട് പറയുന്നത്. അതാണ് വി എന്നുള്ള അക്ഷരം കൊണ്ട്, അത് ക്യാപിറ്റൽ ലെറ്റർ വി കൊണ്ട് തന്നെ കേട്ടോ ഉപയോഗിക്കുക. വി എന്നുള്ള അക്ഷരം കൊണ്ടാണ് ഉപയോഗിക്കുക. വോൾട്ട് ആരുടെ പേരാ? അലക്സാൻഡ്രോ വോൾട്ടോ. പൊട്ടൻഷ്യൽ വ്യത്യാസം വോൾട്ട്. എന്താ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ? ഇപ്പൊ ഞാൻ അതിനൊരു അനലോഗ് പറഞ്ഞുതരാം. കറക്റ്റ് അങ്ങനെയല്ല. ഇപ്പൊ സാധാരണയായിട്ട് വെള്ളം ഒഴുകുക എങ്ങണ്ട? മുകളിൽ നിന്ന് താഴത്തേക്ക്. ഇപ്പൊ വെള്ളം ഒഴുകാൻ ഒരു ഉയര വ്യത്യാസം ഉണ്ടെങ്കിലേ വെള്ളം ഒഴുകുള്ളൂ, അല്ലാതെ പരന്ന പരപ്പിൽ ഒഴുകില്ല. ഇങ്ങനെ ചാർജുകൾ ഒഴുകുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? കറണ്ട് ഉണ്ടാവുന്നത്. ചാർജിന്റെ ഒഴുക്കിനെയാണ് കറണ്ട് എന്ന് പറഞ്ഞത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. എന്താ ആംബിയർ എന്ന് പറഞ്ഞാൽ? ഒരു കൂളോം ഇലക്ട്രോൺ. 1 ലിറ്റർ വെള്ളം എന്ന് പറയുന്നത് പോലെയാണ് ഒരു കൂളോം ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ ഒരു അളവാണ്. 1 കൂളോം ഇലക്ട്രോൺ 1 സെക്കൻഡിൽ ആണ് ഒഴുകിപ്പോകുന്നത്. 1 സെക്കൻഡിൽ 1 കൂളോം ഇലക്ട്രോൺ ഒഴുകി പോകുന്നതാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഒരു ആംബിയർ. അതായത് 1 ലിറ്റർ വെള്ളം 1 സെക്കൻഡിൽ ഒഴുകി പോകുന്ന ഒരു പുഴ ആലോചിക്കുക. 2 ലിറ്റർ വെള്ളം 1 സെക്കൻഡിൽ ഒഴുകി പോകുന്ന പുഴ ആലോചിക്കുക. ഇനി നിങ്ങൾ മറ്റൊരു പുഴയെ ആലോചിക്കുക. ആ പുഴ ഒരു പ്രത്യേകതരം പുഴയാണ്. അവിടെ വെള്ളത്തിന് പകരം ഒഴുകുന്നത് എന്താണ്? ഇലക്ട്രോൺ അഥവാ ചാർജുകളാണ്. ചാർജിന്റെ യൂണിറ്റ് ആണ് ലിറ്ററിന് പകരം കൂളോം എന്ന് പറയുന്നത്. അപ്പോൾ 1 കൂളോം ഇലക്ട്രോണുകൾ 1 സെക്കൻഡിൽ ഒഴുകി പോകുമ്പോഴാണോ, 2 കൂളോം ഇലക്ട്രോണുകൾ 1 സെക്കൻഡിൽ ഒഴുകി പോകുമ്പോഴാണോ പ്രവാഹ തീവ്രത കൂടുതൽ? 2 കൂളോം ഇലക്ട്രോണുകൾ പോകുമ്പോൾ. രണ്ടാമത്തേതിന് 2 ആംബിയറും ഒന്നാമത്തേതിന് 1 ആംബിയറുമാണ്. നമ്മുടെ വീട്ടിലെ വൈദ്യുതിയുടെ ആംബിയർ എത്രയാ? കിട്ടുന്ന ഒന്ന് നോക്കി നോക്ക്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. യെസ്. അപ്പൊ അവിടെ വോൾട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യത്യാസം വേറെയാണ്. വോൾട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 10 മീറ്റർ ഉയരത്തിൽ നിന്ന് 5 മീറ്റർ ഉയരത്തിലേക്ക് വെള്ളം ഒഴുകും. 10 മീറ്റർ നിന്ന് 12 മീറ്റർ ഉയരത്തിലേക്ക് വെള്ളം ഒഴുകുമോ? ഒഴുകില്ല. അല്ലെങ്കിൽ 10 മീറ്റർ നിന്ന് 10 മീറ്റർ ഉയരത്തിലേക്ക് വെള്ളം ഒഴുകുമോ? ഒഴുകില്ല. ഇതിനെയാണ് ഹൈറ്റ് പറയുമ്പോൾ ആ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത്. ഇതുപോലെ ഈ ഇലക്ട്രോണുകളുടെ ചാർജ് ഒഴുകണമെങ്കിൽ ആ 2 അഗ്രങ്ങളിലും ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം വേണം. ആ പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയാണെന്ന് പറയുന്നതാണ് വോൾട്ട്. ഓക്കെ. ബ്ലേസ് പാസ്കൽ മർദ്ദം. പാസ്കൽ PA. പാസ്കൽ എന്ന് പറഞ്ഞാൽ മർദ്ദം. എത്ര മർദ്ദം, എത്ര പ്രഷർ. ഒരു സാധനത്തിന് ഇങ്ങനെ പ്രഷർ ചെയ്യുമ്പോൾ അതിന്റെ യൂണിറ്റ് ആണ് പാസ്കൽ. അപ്പോൾ സർ ഐസക് ന്യൂട്ടൻ ആണ് ബലത്തിന്റെ യൂണിറ്റ്. ബലം എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ N. അപ്പൊ ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. ഒരു വസ്തു ചലിപ്പിക്കാൻ
അതായത് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഓ, ഒരു കിലോഗ്രാം വസ്തു ഉണ്ടെന്ന് വിചാരിക്കുക. ആ 1 കിലോഗ്രാം വസ്തുവിനെ 1 സെക്കൻഡിൽ 1 മീറ്റർ വേഗത കൂട്ടണം. നമുക്ക് പിന്നീട് പഠിക്കാം, ഫോഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കാം. ഫോഴ്സ് കൊണ്ട് വേഗതയാണ് കൂടുന്നത്. സഞ്ചരിക്കുന്ന ദൂരം മാത്രമല്ല, വേഗതയാണ് കൂടുന്നത് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ അതിന് വേഗത ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ വേഗതയുടെ നിരക്കിലുള്ള മാറ്റമാണ് ഫോഴ്സ് ഉണ്ടാക്കുക. ഒന്നുകൂടി ആലോചിച്ചോട്ടാ, പിന്നീട് ആ ക്ലാസ് വരുമ്പോൾ ഞാൻ വിശദീകരിക്കാം. വേഗതയുടെ അളവിൽ മാറ്റമാണ് ഉണ്ടാക്കുക. അങ്ങനെ ആ വേഗത അവിടെ ത്വരണം, ആക്സിലറേഷൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. ബലത്തിന്റെ യൂണിറ്റാണ് ന്യൂട്ടൺ. ന്യൂട്ടണുമായി ബന്ധപ്പെട്ടാണ് ബലം കണക്ക്. ഓക്കെ, അടിസ്ഥാന അളവുകളും അവയുടെ യൂണിറ്റുകളും നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. യൂണിറ്റുകളുടെ പ്രതീകങ്ങൾ സാധാരണയായി ഇംഗ്ലീഷ് അക്ഷരമാലയിലാണ് എഴുതുക എന്ന് പറഞ്ഞു. ഓരോ ഡിറൈവഡ് യൂണിറ്റിന്റെയും അളവ് പറഞ്ഞു. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് വലിയ അക്ഷരം ഉപയോഗിക്കാൻ ശരിയല്ല. ഇപ്പൊ കെൽവിൻ ശരിയാണ്, ഈ കെൽവിൻ തെറ്റാണ്. ന്യൂട്ടൺ ശരിയാണ്, ന്യൂട്ടൺ തെറ്റാണ്. പ്രതീകത്തിന് പകരം യൂണിറ്റുകളുടെ പേരുകൾ എഴുതുമ്പോട്ടെ, യൂണിറ്റിന്റെ പേര് എഴുതുമ്പോൾ വലിയ അക്ഷരം ഉപയോഗിക്കാൻ പാടില്ല, ചെറിയ അക്ഷരം ഉപയോഗിക്കാൻ പാടുള്ളൂ. പ്രതീകങ്ങളുടെ ബഹുവചനം ഉപയോഗിക്കാൻ പാടില്ല. അതായത് 10 കിലോഗ്രാംസ് തെറ്റാണ്. 10 കിലോഗ്രാം നിങ്ങളായിട്ട് അതിന് പ്ലൂരൽ ഉപയോഗിക്കേണ്ട. 75 സെന്റിമീറ്റർ CMS എന്ന് ഉപയോഗിക്കാൻ പാടില്ല, വെറും സെന്റിമീറ്റർ എന്ന് ഉപയോഗിച്ചാൽ മതി. ഒരു വാക്യത്തിന്റെ അവസാനത്തിലല്ലാതെ പ്രതീകത്തിനു ശേഷം കുത്ത്, കോമ തുടങ്ങിയ ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പൊ 75 സെന്റിമീറ്റർ ആണ് ശരി, അല്ലാതെ നിങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് ഒരു കുത്തിട്ട് കൊടുക്കണ്ട. മേശയുടെ നീളം 75 സെന്റിമീറ്റർ, പിന്നൊരു കുത്ത് ആണ് വേണ്ട. കുത്തും കോമയൊന്നും വേണ്ട, വെട്ടും കുത്തും വേണ്ട അളവിന്റെ കാര്യത്തിൽ. അതൊക്കെ സെന്റൻസ് അവസാനിപ്പിക്കുമ്പോൾ കൊടുത്താൽ മതി. വ്യുൽപ്പന്ന യൂണിറ്റുകൾ, ഡിറൈവ്ഡ് യൂണിറ്റുകൾ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് വരവേണ്ടി വരും. ഇപ്പൊ നമ്മൾ വെലോസിറ്റി, പ്രവേഗം എന്താണെന്നൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. പ്രവേഗം പറയുമ്പോൾ മീറ്റർ പെർ സെക്കൻഡാ. ഇനി ആക്സിലറേഷൻ പഠിക്കുമ്പോൾ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറാ. അപ്പൊ നിങ്ങൾ അതിനെ എങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾ അതിന് പകരം മീറ്റർ പെർ സ്ക്വയർ എന്ന് ഉപയോഗിക്കാൻ പാടൂ. അതായത് ഇതാണ് ശരി, ഇത് തെറ്റാണ്. മറ്റ് യൂണിറ്റുകളുടെ ഗുണിതമായി പ്രസ്താവിക്കുമ്പോൾ വ്യുൽപ്പന്ന യൂണിറ്റുകൾ എഴുതുമ്പോൾ അവയ്ക്കിടയിൽ കുത്തിടുകയോ അല്ലെങ്കിൽ സ്പേസ് നൽകുകയോ ചെയ്യേണ്ടതാണ്. ഗുണിതമായിട്ട് എഴുതുമ്പോൾ നിങ്ങൾ ന്യൂട്ടൺ മീറ്റർ എന്നിങ്ങനെ എഴുതാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾ n കഴിഞ്ഞ് ഒരു സ്പേസ് ഇട്ടിട്ട് വേണം മീറ്റർ എന്നെഴുതാൻ. യൂണിറ്റിന്റെ പ്രതീകവും ഒരു വ്യുൽപ്പന്ന യൂണിറ്റിൽ ഇടകലർത്തി ഉപയോഗിക്കരുത്. അതായത് കിലോഗ്രാം മീറ്റർ ക്യൂബ് ശരിയാണ്, കിലോഗ്രാം അങ്ങനെ എഴുതി പിന്നെ ക്യൂബിക് മീറ്റർ ഇങ്ങനെ എഴുതിയത് പാടില്ല. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ എഴുതുക, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതുക. അല്ലാതെ രണ്ട് ഇടകലർത്തി എഴുതാൻ പാടില്ല. അളവുകളുടെ മൂല്യവുമായി ചേർത്ത് യൂണിറ്റ് എഴുതുമ്പോൾ അവയ്ക്കിടയിൽ ഒരു ചെറിയ സ്പേസ് ആവശ്യമാണ്. 25 സെന്റിമീറ്റർ എന്നിങ്ങനെ എഴുതാൻ പാടില്ല. 25 ഒരു സ്പേസ് ഇട്ടിട്ടേ സെന്റിമീറ്റർ എന്ന് എഴുതാൻ പാടുള്ളൂ. ഇനി ഒരളവിനെ സൂചിപ്പിക്കാൻ ഒന്നിൽ കൂടുതൽ അളവുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ 10.25 മീറ്റർ ആണ് ശരി, ഇങ്ങനെ എഴുതാൻ പാടില്ല. 10 മീറ്റർ 25 സെന്റിമീറ്റർ, ഇത് തെറ്റാ. ഒറ്റ യൂണിറ്റ്, ഒന്നെങ്കിൽ മീറ്റർ ആണെങ്കിൽ മീറ്റർ, അല്ലെങ്കിൽ സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്റർ. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങളിലേക്ക് വരാം. ഒരു വസ്തുവിന്റെ നീളത്തിന്റെ യഥാർത്ഥ അളവ് 5.75 സെന്റിമീറ്റർ ആണ്. ഒരാൾ രണ്ട് വ്യത്യസ്ത അളവ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് അളന്നപ്പോൾ 5.6 സെന്റിമീറ്ററും 5.55 സെന്റിമീറ്ററും ആണ്. ഇതിലേതിൽ ആണ് കൂടുതൽ സൂക്ഷ്മത? നോക്കൂ, 5.75 അടുത്ത് കിടക്കുന്നത് ഏതാണ്? 5.55 ആണ്. അപ്പോൾ ഉത്തരം 5.55 സെന്റിമീറ്റർ ആണ്. 5.6 ആണ് കുറച്ചും കൂടി അടുത്ത് കിടക്കുക, പക്ഷെ അത് 5.60 ആണ് എന്ന് പറയാൻ പറ്റില്ല. ആ 5.6നും 5.7നും ഇടയിൽ എവിടെയാവാം? 6.1 ആവാം, 6.2 ആവാം, 6.3 ആവാം, 6.4 ആവാം, 6.5 ആവാം, 6.6 ആവാം, 6.7 ആവാം, 6.8 ആവാം, 6.9 ആവാം. സൂക്ഷ്മതല്ല. അതുകൊണ്ട് 5.55 ആണ് അവിടെ. പ്രവൃത്തിയുടെ യൂണിറ്റും ഊർജത്തിന്റെ യൂണിറ്റും ഒന്ന് തന്നെയാണ്. ഓർത്തു വെച്ചോളൂ കേട്ടോ. പ്രവൃത്തിയുടെ യൂണിറ്റും ഊർജത്തിന്റെ യൂണിറ്റും ഒന്ന് തന്നെയാണ്, ജൂൾ ആണ്. പ്രവൃത്തിയാണെങ്കിലും ഊർജമാണെങ്കിലും അതിന്റെ യൂണിറ്റ് ജൂൾ ആണ്. ഓക്കെ. ഊഷ്മാവ് അളക്കുന്ന യൂണിറ്റ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, കെൽവിൻ ആണ്. അളവുകളെ രണ്ടായിട്ട് തരംതിരിക്കാം. നമ്മൾ നേരത്തെ പഠിച്ചു അടിസ്ഥാന യൂണിറ്റ് അളവുകൾ, അത് 7 എണ്ണം.
അതിൽ നിന്നുണ്ടാക്കുന്ന ഡിറൈവഡ് യൂണിറ്റ്സ് വേറെ. പണ്ടത്തെ കാലത്തുണ്ടാവുന്ന 3 പ്രധാനപ്പെട്ട രീതികളായിരുന്നു CGS, MKS, FPS. CGS എന്ന് പറഞ്ഞാൽ സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ്, MKS എന്ന് പറഞ്ഞാൽ മീറ്റർ കിലോഗ്രാം സെക്കൻഡ്, FPS എന്ന് പറഞ്ഞാൽ ഫൂട്ട് പൗണ്ട് സെക്കൻഡ്. നീളത്തിനുള്ളതാണ് ഈ സെന്റിമീറ്റർ മീറ്റർ ഫൂട്ട്, മാസിനുള്ളതാണ് ഗ്രാം കിലോഗ്രാം പൗണ്ട്, സെക്കൻഡ് 3 പൊതുവായിട്ടുള്ളത് സെക്കൻഡ്. ഇതിലെ MKS യൂണിറ്റ് പരിഷ്കരിച്ചതാണ് SI യൂണിറ്റ് സമ്പ്രദായം, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. 1960 തുടങ്ങിയത്. 7 യൂണിറ്റുകളാണ്. നമ്മൾ അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞു അല്ലേ. ഇനി കുറച്ചെണ്ണം കൂടി നമുക്ക് പുതിയ ചില അളവുകൾ കൂടി ചോദിക്കും. ഈ 7 യൂണിറ്റുകളല്ലാതെ ചോദിക്കുന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഭാരം, വെയിറ്റ്. ഓക്കെ, ഭാരം വെയിറ്റ് ന്യൂട്ടണിൽ പറയും, ന്യൂട്ടണിലും പറയും, പിന്നീട് പറയാം. പിണ്ഡം മാസ് കിലോഗ്രാമിൽ പറയും. ഭാരം എന്ന് പറഞ്ഞാൽ പലപ്പോഴും എന്താണ്? ഫോഴ്സാണ്, അതിൽ ഉപയോഗിക്കുന്ന ഫോഴ്സാണ്. പിണ്ഡം മാസ് കിലോഗ്രാമിൽ പറയും. സാന്ദ്രത കിലോഗ്രാം പെർ മീറ്റർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മാസ് ബൈ വോള്യം ആണ് എന്ന്. മാസിന്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം. ഓക്കെ, വോള്യത്തിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ ക്യൂബ്. കിലോഗ്രാം ബൈ മീറ്റർ ക്യൂബ് ആണ്. ആക്കം എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ ആണ്. ഇവിടെ ഇതില്ല, കിലോഗ്രാം മീറ്റർ ആണ്. ഓക്കെ, നമുക്ക് പിന്നീട് പറയാം. മൊമെന്റം എന്ന് പറയുന്നതും കിലോഗ്രാം പെർ മീറ്റർ ആണ്. ഇത് കിലോഗ്രാം, ആക്കം എന്ന് പറഞ്ഞു അല്ലെ. വ്യാപകമർദ്ദം ന്യൂട്ടൺ ആണ്. ഊർജം, പ്രവൃത്തി, താപോർജം, ഇതൊക്കെ ജൂളാണ്. ഊർജം, പ്രവൃത്തി, ഊർജം എന്നാണല്ലോ, താപോർജവും ഒരു ഊർജമാണല്ലോ. പവർ വാട്ടാണ്. മറ്റത് വോൾട്ടാട്ടാ, പൊട്ടൻഷ്യൽ വ്യത്യാസം വോൾട്ടാണ്. അത് V എന്നുള്ള അക്ഷരം കൊണ്ടാണ്, പവർ വാട്ട് കൊണ്ടാണ്. അന്തരീക്ഷ മർദ്ദം മില്ലി ബാർ ഹെക്ടോ പാസ്കൽ, 2 യൂണിറ്റുകളുണ്ട്. കാന്തിക ഫ്ലക്സ് വെബർ. ലെൻസിന്റെ പവർ ഡയോപ്റ്റർ, ഇമ്പോർട്ടൻ്റ് ആണ്, പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. റേഡിയോ ആക്ടിവിറ്റി ക്യൂറി ആണ്, മാഡം ക്യൂറിയുമായി ബന്ധപ്പെടുത്തി ഓർത്തു വെച്ചാൽ മതി. കാന്തിക ഫ്ലക്സ് ടെസ്ല ചോദിച്ചിട്ടുണ്ട്. ഇല്ലൂമിനൻസ് ലെക്സ് ചോദിച്ചിട്ടുണ്ട്. വൈദ്യുത ചാർജ് നേരത്തെ പറഞ്ഞു കൂളം ആണ്. വൈദ്യുത പ്രതിരോധം ഓം ആണ്. തിളക്കം കാൻഡല പെർ മീറ്റർ ആണ്. ഓക്കെ, താഴെ പറയുന്നവയിൽ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാണ്? കുറേ ചെറിയ യൂണിറ്റ് തന്നിട്ടുണ്ട്. മില്ലിമീറ്റർ നമുക്കറിയാം, ആങ് അറിയാം, ഫെർമി അറിയാം, മീറ്റർ അറിയാം. അതിൽ മീറ്ററിനെക്കാട്ടിലും ചെറുതാണ് മില്ലിമീറ്റർ. അതുകൊണ്ട് ഇത് ഒഴിവാക്കാം. ഇതിൽ 3ലും ഫെർമിയാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം തന്നെ പറഞ്ഞുതരാം. താഴെ പറയുന്നവയിൽ നീളത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റ് നമുക്കറിയാം പാർക്കാണ് അല്ലേ. പാർസെക്കാണ്, പാർക്കല്ല പാർസെക്കാണ്. നമ്മൾ പ്രകാശവർഷം അസ്ട്രോണമിക്കൽ യൂണിറ്റ് കിലോമീറ്റർ, അത് കഴിഞ്ഞാൽ വലുത് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. അസ്ട്രോണമിക്കൽ യൂണിറ്റ് കഴിഞ്ഞാൽ എന്താണ്? പ്രകാശവർഷം. പ്രകാശവർഷം കഴിഞ്ഞാൽ പാർസെക്. നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ ആണ്. നീളത്തിന്റെ ചെറിയ അളവുകൾ സെന്റിമീറ്റർ ഉണ്ട്, മില്ലിമീറ്റർ ഉണ്ട്, മൈക്രോമീറ്റർ ഉണ്ട്, നാനോമീറ്റർ ഉണ്ട്. ഇനി പറയുന്ന ഒരു മീറ്റർ ആണ് പൈക്കോമീറ്റർ, ഫെർമി. അത് രണ്ടും ഓർത്ത് വെക്കുക. നാനോമീറ്റർ കഴിഞ്ഞാൽ ആങ്സ്ട്രോങ്, അതിൽ ആങ് എന്നുള്ളതുണ്ട്. പൈക്കോമീറ്റർ ഉണ്ട്, ഫെർമി ഉണ്ട്. ആങ്, പൈക്കോമീറ്റർ, ഫെർമി. മറന്നു പോകണ്ട, ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചു, അതുകൊണ്ട് ഇനി അത് ഉൾപ്പെടുത്തണം. അങ്ങനെയാണ്, അല്ലാതെ നമ്മൾ പഠിക്കാൻ പോകുന്നില്ല. ഓക്കെ, ആണവ വലിപ്പം അളക്കാൻ ഉപയോഗിക്കുന്ന ദൂരത്തിന്റെ ഒരു ചെറിയ പ്രായോഗിക യൂണിറ്റ് ആണ് എന്ത്? ഈ ന്യൂക്ലിയസിന്റെ ഒക്കെ ദൂരം അളക്കാൻ വേണ്ടിയിട്ട് ഫെർമി എന്നറിയപ്പെടുന്നത്. തന്നിരിക്കുന്നവയിൽ നീളത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? നമുക്കറിയാം പാർസക്ക് നീളത്തിന്റെ യൂണിറ്റ് ആണ്, പ്രകാശവർഷം നീളത്തിന്റെ യൂണിറ്റ് ആണ്, അസ്ട്രോണമിക്കൽ യൂണിറ്റുമാണ്. അതൊക്കെ എലിമിനേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ചന്ദ്രശേഖർ പരിധിയാണ്. എന്താ ഈ ചന്ദ്രശേഖർ പരിധി? ചന്ദ്രശേഖർ പരിധി എന്നത് ഒരു നക്ഷത്രത്തിന്റെ വെള്ളക്കുള്ളൻ ആയി മാറാൻ കഴിയുന്ന പിണ്ഡമാണ്. ഈ നക്ഷത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, സൂര്യനേക്കാൾ വലിയ ഭീമാകാരമായ നക്ഷത്രങ്ങളുണ്ട്, സൂര്യനെ പോലെയുള്ള നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്രങ്ങളൊക്കെ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പിണ്ഡം അതിന്റെ കേന്ദ്രത്തിലേക്ക് ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കേന്ദ്രത്തിലേക്ക് ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇടിഞ്ഞതെത്തുന്ന ഒരു അവസ്ഥയാണ് വെള്ളക്കുള്ളനും തമോഗർത്തവും. വെള്ളക്കുള്ളനും ഇരുണ്ട കുള്ളനും. ഓക്കെ, അപ്പോ ചന്ദ്രശേഖർ പരിധി എന്നതൊരു നക്ഷത്രത്തിന്റെ വെള്ളക്കുള്ളനായി മാറാൻ കഴിയുന്ന പരമാവധി പിണ്ഡമാണ്. ഈ പരിധി സൂര്യന്റെ പിണ്ഡത്തിന്റെ ഏകദേശം 1.44 മടങ്ങാണ്. അപ്പോൾ ആ പരിധി 1.44 മടങ്ങാണെന്ന് വിചാരിക്കുക. ഒരു നക്ഷത്രത്തിന്റെ ജീവിതചക്രത്തിന്റെ അവസാന ഘട്ടത്തിൽ അതിന്റെ ഇന്ധനം തീർന്നു പോകുമ്പോൾ അതൊരു വെള്ളക്കുള്ളന്മാർ ആയി മാറുന്നു. അതിന്റെ ഇതൊക്കെ ഉള്ളിലേക്ക് ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞിടിഞ്ഞ്
അത് നല്ല സാന്ദ്രതയുള്ള ഒരു നക്ഷത്രമായി മാറുന്നു. അവയുടെ വലിപ്പം അപ്പോൾ ഭൂമിയുടെ വലിപ്പമേ ആയി വരുള്ളൂ. അതായത് സൂര്യനേക്കാളും വലിപ്പമുള്ള നക്ഷത്രങ്ങൾ പോലും അതിന്റെ മാസ് ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് അത്ര സാന്ദ്രതയുള്ള ഒരു വസ്തുവായി ഭൂമിയുടെ വലിപ്പമായിട്ട് മാറും. അതാണ് വെള്ളക്കുള്ളൻ. ഒരു നക്ഷത്രത്തിന്റെ പിണ്ഡം ചന്ദ്രശേഖർ പരിധിയിൽ കൂടുതലാണെങ്കിൽ അതിന് വെള്ളക്കുള്ളനായി മാറില്ല. പകരം അതൊരു ന്യൂട്രോൺ നക്ഷത്രം അല്ലെങ്കിൽ തമോധാരമായിട്ട് മാറും. അത് 1.44 മടങ്ങിനെക്കാട്ടിലും വലിയ നക്ഷത്രമാണെങ്കിൽ അതിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അതങ്ങോട്ട് ചെറുതാവും, വെള്ളക്കുള്ളനേക്കാൾ ചെറുതാവും. പിന്നുണ്ടല്ലോ അതിന്റെ അടുത്ത് കൂടെ പോകുന്ന ഒരു സാധനത്തെ വിടില്ല, പിടിച്ചാണ്ട് വീഴും. അതായത് അതിന്റെ അടുത്ത് കൂടെ പ്രകാശം പോവുകയാണെന്ന് വെച്ചാൽ പ്രകാശം അവിടേക്ക് എത്തില്ല, പിടിച്ചിട്ട് വിഴുങ്ങും. പ്രകാശത്തെ തിരിച്ചയക്കോ ഇല്ല, പ്രകാശത്തെ പോലും വിഴുങ്ങും. അവിടേക്ക് പോകുന്ന എന്ത് സാധനത്തിനെയും പോകുന്ന ഒരു ഇരുണ്ട ചുഴി, എന്നാലോ വളരെ 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 ചെറുത്. അവിടെ സമയമില്ല, അവിടെ ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും മിശ്രിതമായി കിടക്കുകയാണ്. നമ്മുടെ പ്രപഞ്ചത്തിന്റെ സ്വഭാവം, നമ്മുടെ ഈ കാണുന്ന പരപ്പിന്റെ സ്വഭാവമല്ല അവിടെ. ആലോചിച്ച് നോക്കൂ, കൂടിക്കളഞ്ഞ് കിടക്കുകയാണ് അവിടെ തമോഗർത്തം എന്ന് പറയുന്നത്. എന്തിനേയും അപ്പൊ അതുകൊണ്ട് തന്നെ അവിടേക്ക് ഒന്നും പോയാൽ തിരിച്ചു വരില്ല. അപ്പൊ എന്താ നമുക്ക് മനസ്സിലാകാൻ പറ്റുക? അവിടെ ഒന്നും തിരിച്ചു വരാത്ത സ്ഥലമാണ് ആ തമോഗർത്തം. സിദ്ധാന്തങ്ങളും തിയറികളും ഉപയോഗിച്ച് മാത്രമാണ് നമുക്ക് അതിനെ വിശദീകരിക്കാൻ പറ്റുക. നമ്മുടെ ബ്രെയിൻ ഈസ് വീവ്ഡ് ലൈക്ക് ദാറ്റ്. നമുക്കതിനെ പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റില്ല. സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖറാണ് 1930കളിൽ ചന്ദ്രശേഖർ പരിധി എന്ന് പറയുന്ന 1.44 എന്ന് പറയുന്ന അത് കണ്ടെത്തിയത്. 1.44 മടങ്ങിനേക്കാൾ സൂര്യന്റെ പിണ്ഡത്തേക്കാൾ 1.44 മടങ്ങ് കൂടുതലാണെങ്കിൽ അത് ന്യൂട്രോൺ നക്ഷത്രമോ തമോഗർത്തമോമായി മാറും. അല്ലെങ്കിൽ അത് അതിൽ താഴെയാണെങ്കിൽ വെള്ളക്കുള്ളനായി മാറും. ഫിസിക്സിന്റെ ലോകം എത്ര രസകരമാണല്ലേ. എന്തിന്റെ യൂണിറ്റ് ആണ് പ്രകാശവർഷം? ദൂരത്തിന്റെ യൂണിറ്റ് ആണ്. പോയി സമയം എഴുതരുതിട്ടാ. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ്. ഭൂമിയിൽ നിന്ന് മറ്റ് ഗ്രഹങ്ങളിലേക്കോ നക്ഷത്രങ്ങളിലേക്കോ ഉള്ള ദൂരം അളക്കുന്നതിനായിട്ടുള്ള ഒരു പ്രധാന മെത്തേഡാണ് പാരലാക്സ് മെത്തേഡ്. പാരലാക്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സൂര്യനിൽ നിന്നോ ഭൂമിയിൽ നിന്നോ മറ്റ് ഗ്രഹങ്ങളിൽ നിന്നോ നക്ഷത്രങ്ങളിലേക്കും മറ്റോടത്തേക്കുമുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് പാരലാക്സ് മെത്തേഡ്. ഭൂമിയിൽ നിന്നുള്ള സൂര്യനിലേക്കുള്ള ദൂരം എത്രയാണ്? ഒരു AU ആണ്. അത് 15 കോടി കിലോമീറ്റർ ആണ്. ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗം 3×10⁸ മീറ്റർ. മാഷല്ലേ നേരത്തെ പറഞ്ഞത് 3×10⁵ ആണെന്ന്. ശരിയാണ്. അപ്പൊ കിലോമീറ്റർ ആണ് വരിക. 10⁸ എഴുതുമ്പോൾ നിങ്ങൾ മീറ്റർ ആണ് എഴുതേണ്ടത്. തന്നിരിക്കുന്ന ഏകകങ്ങളിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. കിലോഗ്രാം, മില്ലിഗ്രാം, ഗ്രാം ഇതൊക്കെ ഭാരത്തിന്റെ അളവാണ്. അല്ലെ, ഭാരത്തിന്റെ അല്ല, മാസിന്റെ അളവാണ്. മില്ലിമീറ്റർ നീളത്തിന്റെ അളവാണ്. അതുകൊണ്ട് ഒറ്റയാൻ മില്ലിമീറ്റർ. ഇനി 2 തരത്തിലുള്ള അളവുകളുണ്ട്, സദിശ അളവുകളും അദിശ അളവുകളും. ചില അളവുകൾക്ക് പരിമാണത്തോടൊപ്പം അളവിനോടൊപ്പം ദിശയും ചേർക്കണം, മാഗ്നിറ്റ്യൂഡിനോടൊപ്പം ഡയറക്ഷനും ചേർക്കണം. അങ്ങനെയുള്ള അളവുകളാണ് എന്തെന്ന് പറയുന്നത്? സദിശ അളവുകൾ. ഇപ്പൊ നിങ്ങൾ വേഗത പറയുമ്പോൾ കുഴപ്പമില്ല. വേഗത എന്ന് പറഞ്ഞാൽ 8 കിലോമീറ്റർ 5 കിലോമീറ്റർ. വേഗത്തിന്റെ തന്നെ മറ്റൊരു കൺസെപ്റ്റാണ് പ്രവേഗം. ആ പ്രവേഗം പറയുമ്പോൾ നിങ്ങൾ ദിശ പറയണം. വെലോസിറ്റി പറയുമ്പോൾ ദിശ പറയണം. ഇപ്പൊ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സദിശമാണ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ത്വരണം എന്ന് പറഞ്ഞാൽ സദിശമാണ്. എന്നാൽ ദൂരം സദിശമല്ല. സമയം സദിശമല്ല. അതിന് എന്ത് വേണ്ട? ദിശ വേണ്ട. ഊഷ്മാവ് ദിശ വേണ്ട, ത്വരണമാണ്. സദിശ അളവും അതിശ അളവും വളരെ വേഗത്തിൽ പഠിക്കാം. അത് നമുക്ക് ഏതിൽ പഠിക്കാം? ഞാനത് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് അങ്ങനത്തെ ചോദ്യങ്ങൾ വരുന്നത് ചലന നിയമങ്ങൾ പറയുമ്പോൾ അവിടെ ആക്സിലറേഷനും വെലോസിറ്റിനെയും കുറിച്ച് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പം എളുപ്പത്തിൽ പഠിക്കാം. സദിശ അളവ് അതിശ അളവുകൾ തിരിച്ചറിയാൻ ഡിസ്പ്ലേസ്മെന്റുമായിട്ട് ഓർത്ത് വെത്താൽ മതി. അത് വെച്ച് വരുന്ന എല്ലാ സമവാക്യങ്ങളിലും അത് സദിശമായിരിക്കും. മറ്റത് ടൈമിലോ സമയത്തിലോ ഊഷ്മാവിലൊന്നും അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് വരുന്നില്ല. അത് അവിടെ വെച്ച് പറയാം. ഇപ്പൊ തൽക്കാലം പ്രവേഗം, സ്ഥാനാന്തരം, ത്വരണം, ബലം, ആക്കം ഇതൊക്കെ സദിശ അളവാണ് എന്ന് വിചാരിക്കുക. അതായത് സ്ഥാനാന്തരം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ 2 വസ്തുക്കൾക്കിടയിലുള്ള നേർരേഖാദൂരം അഥവാ 2 സ്ഥാനങ്ങൾക്കിടയിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം. അതായത് ഇത് സഞ്ചരിച്ച ദൂരം, ഇത് സ്ഥാനങ്ങൾക്കിടയിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം. ഇതാണ് സ്ഥാനാന്തരം എന്ന് പറയുന്നത്.
സ്ഥാനാന്തരം ഇങ്ങുണ്ടാകുമ്പോൾ പോസിറ്റീവ് ആയിട്ട് എടുത്താൽ ഇങ്ങുണ്ടാകുമ്പോൾ നെഗറ്റീവ് ആയിട്ട് എടുക്കും. സ്ഥാനാന്തരം ഡയറക്ഷൻ ഉള്ളതാണ്. ഇപ്പൊ പ്രവേഗം എന്ന് പറഞ്ഞാൽ സ്ഥാനാന്തരം ബൈ ടൈമാണ്. സ്ഥാനാന്തരത്തിന് ദിശ ഉള്ളത് കൊണ്ട് പ്രവേഗത്തിനും ദിശ വന്നതിൽ സ്ഥാനാന്തരം വന്നു. ത്വരണം എന്ന് പറഞ്ഞാൽ പ്രവേഗം ബൈ ടൈമാണ്. പ്രവേഗത്തിന് ദിശ വന്നുകൊണ്ട് ത്വരണത്തിനും ദിശ വന്നു. ബലം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. നമുക്ക് അതോടെ പഠിക്കുമ്പോൾ സിമ്പിളാണ് ഈ ഫോർമുലകളൊക്കെ. അപ്പൊ ബലത്തിനും ആക്സിലറേഷൻ വന്നു. ആക്സിലറേഷൻ ദിശ ഉള്ളതുകൊണ്ട് ബലവും സദിശം. ആക്കവും അങ്ങനെ തന്നെ ടൈമുമായി ബന്ധപ്പെട്ടതൊക്കെയാണത്. അപ്പൊ പരിമാണത്തോടൊപ്പം ദിശ ചേർത്ത് പറയുന്ന അളവുകളാണ് അദിശ അളവുകൾ. മനസ്സിലായില്ലേ? പരിമാണത്തോടൊപ്പം ദിശ ചേർത്ത് പറയാത്ത അളവുകൾ. സമയം, പിണ്ഡം, ദൂരം, വിസ്തീർണം, വേഗത, പ്രവേഗമല്ലട്ടാ, പ്രവൃത്തി, വ്യാപ്തം, സാന്ദ്രത, മർദ്ദം, താപനില എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് അവിടെ നിന്ന് ഡിസ്പ്ലേസ്മെന്റ് വരില്ല. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് വരുന്ന ഇക്വേഷൻസ് ഒക്കെയാണ് സാധാരണയായി നിങ്ങൾക്ക് ചോദിക്കുന്ന സദിശ അളവുകൾ. ഡിസ്പ്ലേസ്മെന്റ് വരാത്തത് അധികവും നിങ്ങൾക്ക് അദിശ അളവുകളാണ്. അത് ആ ക്ലാസ്സിൽ നമുക്ക് സെപ്പറേറ്റ് പറയാം. ഓക്കെ, താങ്ക് യു ആൾ. അപ്പൊ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമന്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യൂ, നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരൂ. ഓക്കെ, താങ്ക് യു. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.